അല്ല, എൻ്റെ പേര് വിജയൻ. ഹായ് മാഷേ, ഹായ് 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 വിജയ് ഹായ് 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 വിജയ് ഹായ്. മാഷേ. സുബോധ ജീവിതമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുബോധ ജീവിതത്തിന് നയിക്കണമെങ്കിൽ ഇതിൻ്റെ അകത്തൊരു 31 കാര്യം പറയുന്നുണ്ട്. ഈ 31 കാര്യമൊന്നും അല്ല, ഒരുപാട് ഘടകങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ ബോധത്തിന് തകരാറിലാവുന്ന വളരെ ചെറിയ കാര്യങ്ങൾ വരെ ചിലപ്പോൾ ഒരു കുടിയിലേക്ക് നയിക്കാം. അപ്പോൾ നമ്മുടെ ബോധം നല്ല ക്ലാരിറ്റി ഉള്ളതാക്കി നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് വേണ്ട ചില പൊടിക്കൈകളാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതില് ഓരോരുത്തർക്കും അത്യാവശ്യമായിട്ടുള്ളത് അവരവര് സ്വീകരിക്കുക. ഇനി അവർക്ക് അത്യാവശ്യമായിട്ടുള്ളത് കണ്ടെത്തിയിട്ടില്ല എങ്കിൽ അവർ സ്വന്തമായി ഡെവലപ്പ് ചെയ്യുക. സ്വന്തമായി ഡെവലപ്പ് ചെയ്തിട്ട് അത് മറ്റുള്ളവർക്ക് പങ്കുവെക്കുകയും ചെയ്യാമെന്ന് ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഇത് കൂടാതെ ഇതിൻ്റെ അകത്തുള്ളത് കൂടാതെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാം. നിങ്ങൾ കണ്ടെത്തും നിങ്ങളുടെ പ്രശ്നങ്ങൾ. ഇപ്പോ ഇതിൻ്റെ അകത്തുള്ള ഇപ്പോ ഒരു 18 പേരുണ്ട്. ഈ ആൾക്കാർക്ക് ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ പ്രോബ്ലംസും ഒക്കെ വ്യത്യസ്തമായിരിക്കും. ചില പൊതു കാര്യങ്ങൾ മാത്രമാണല്ലോ ഇതിനകത്ത് ചർച്ച ചെയ്യാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്തിരുന്ന കാര്യം സ്പോൺസറെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. നമുക്ക് വളരെയധികം പ്രയാസം വരുമ്പോൾ, നമുക്ക് തന്നെ പരിഹരിക്കാൻ കഴിയാതെ വരുമ്പോൾ, ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്ന അറിയുന്ന ഒരു ഏകാരനെ, അല്ലെങ്കിൽ ഏറ്റവും നല്ലത് ഏകാരനാണെന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ നല്ല കൗൺസിലറോ ഡോക്ടറോ ആരും ആവാം. ഏതായാലും നമ്മുടെ പ്രശ്നങ്ങൾ പങ്കുവെക്കാൻ ഒരാളെ, ഒന്നിലധികം ആളെയോ ഒക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദമായി ചർച്ച ചെയ്തു. അവിടെ ഒരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ള ഒരു കാര്യം പറയാനുള്ളത്, ഇതിനകത്തുള്ള ആരെങ്കിലും സ്പോൺസർമാരായിട്ടുണ്ടെങ്കിൽ അവര് സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പോ ഒരു സ്പോൺസർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു കൗൺസിലറുടെ ഒരു റോളാണുള്ളത്. അതുകൊണ്ട് നമ്മുടെ സ്പോൺസി നമ്മളോട് പറയുന്ന കാര്യങ്ങൾ 100% അത് സുരക്ഷിതമായിരിക്കും എന്ന ഒരു ഉറപ്പ് നമ്മൾ അവർക്കും കൊടുക്കണം. അത് നമ്മൾ തന്നെ സൂക്ഷിക്കേണ്ടത്. നമ്മൾ മറ്റാരോടും അത് വളരെ രഹസ്യമായി പറഞ്ഞ കാര്യങ്ങൾ പറയാൻ പാടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരാള് നമ്മളുടെ സഹായം തേടി നമ്മളുടെ നിർദ്ദേശപ്രകാരം അയാൾ സുബോധാവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ അവകാശം നമുക്കില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അതായത് ചില ആൾക്കാര് ഉണ്ട് സ്പോൺസർമാരായിട്ട് അല്ലെങ്കിൽ ഗൈഡായിട്ട് നിന്ന ആൾക്കാര്, പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇയാൾ പറയുന്നത് കേൾക്കണം. അയാൾ ആ ഗ്രൂപ്പിൽ പോകാൻ പാടില്ല, ഈ ഗ്രൂപ്പിൽ പോകാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അയാളുടെ ഫുൾ അധികാരവും നിയന്ത്രണവും ഏറ്റെടുക്കുന്ന ചില സിറ്റുവേഷൻസ് ചില സ്ഥലങ്ങളിൽ കാണുന്നുണ്ട്. അത് ഇതിൻ്റെ അകത്ത് ഇല്ല. ശരിക്കും പറഞ്ഞാല് അയാളെ പറക്കാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അയാളെ അയാളുടെ പാട്ടിനെ വിടുക വേണ്ടേ. അയാൾക്ക് ആദ്യഘട്ടത്തിൽ അയാൾക്ക് ക്ലച്ച് പിടിക്കാൻ എന്ന് പറയാം, അയാൾക്ക് ആവശ്യമായി വന്ന ഒരാൾ മാത്രമാണ് നമ്മള്. അയാള് ഒരു പക്ഷേ നമ്മൾ ദിവസങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ മെനക്കെട്ട് പുറകെ കൂടിയിട്ടുണ്ടെങ്കിൽ പോലും അയാള് സുബോധവാനായി കഴിഞ്ഞാൽ അയാളെ നമ്മളിൽ നിന്ന് കൊത്തിപ്പിരിക്കണം. ശരിക്കും കോഴി കുഞ്ഞുങ്ങള് സ്വന്തം തീറ്റ തേടാനായി കഴിഞ്ഞാൽ കുത്തിപ്പിരിക്കുന്നത് പോലെ അവരെ വിട്ടേക്കണം. അവരവരുടെ പാട്ടിന് പോണം. അതല്ലാതെ കലാകാലം അവരുടെ നിയന്ത്രണം ഏറ്റെടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾ കുടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഒരാളുടെ നിയന്ത്രണത്തിൽ ജീവിക്കുക എന്നുള്ളത് അത്ര സുഖകരമായ കാര്യമല്ലല്ലോ. നിർദ്ദേശങ്ങളൊക്കെ ചോദിച്ച് നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളതല്ലാതെ മറ്റു നിയന്ത്രണങ്ങളില്ല. മൂന്നാമത്തെ കാര്യം, അയാളെ നമ്മൾ ഒരു പക്ഷേ ഒരുപാട് മെനക്കെട്ടിട്ടാണ് അദ്ദേഹത്തിന് കുടി നിർത്തിയത് എങ്കിലും അയാളിൽ നിന്ന് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാനും പാടില്ല. അയാളിപ്പോ എന്നെ കണ്ടാൻ മിണ്ടുന്നില്ല, അയാളെ കൊണ്ടുനടത്താൻ ഞാനാണ്, അയാൾ അത്രയാക്കി ഞാനാണ്, എന്നിട്ട് ഇപ്പൊ അയാള് വലിയ നിലയിലായി കഴിഞ്ഞപ്പോ എന്നെ വേണ്ട എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാൻ പാടില്ല. കാരണം അത് നമ്മളുടെ ഡ്യൂട്ടി അല്ല. നമ്മളുടെ ഡ്യൂട്ടി ആയിരുന്നു
ഒരാളെ സുബോധവാനാക്കുക എന്നുള്ളത്. പിന്നെ അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മളെ മൈൻഡ് ചെയ്തോളുന്നില്ല, നമുക്കെതിരായി പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണെങ്കിലും അയാളുടെ മൈൻഡ് ചെയ്തില്ല, വിളിച്ചില്ല, ഇപ്പൊ എന്നെ വിളിക്കില്ല എന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് ഒരു റോളും ഇല്ല. നമുക്ക് എത്രയോ ആൾക്കാര് നമ്മളെ പലപ്പോഴും ഇപ്പൊ 4-5 വർഷം മുമ്പ് എനിക്ക് ഉണ്ടായിരുന്ന നമ്മളെ സ്പോൺസറായിട്ട് സ്വീകരിച്ചിരുന്ന 5 വർഷമായിട്ട് വിളിക്കലില്ലായിരുന്നു. അവര് വളരെ സുഖമായിട്ട് പോവുകയാണ്. അയാള് ഇന്ന് തന്നെ വിളിച്ചു. ഇന്ന് തന്നെ 5 വർഷം കഴിഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത്. ഞാൻ വളരെ വളരെ സ്നേഹത്തോടു കൂടിയാണ് അയാളോട് വർത്തമാനം പറഞ്ഞത്. ഇത്രയും കാലം എവിടെയായിരുന്നു എന്ന് ഞാൻ ചോദിച്ചില്ല. അത് ചോദിക്കേണ്ട കാര്യമില്ല. അയാൾക്ക് ആവശ്യം വന്നത് 5 വർഷം കഴിഞ്ഞിട്ടാണ്. അന്നേരം അന്ന് നിർത്തിയതിന്റെ ബാക്കിയാണ് നമ്മളിപ്പോഴും പറഞ്ഞത്. അന്ന് നിർത്തിയത് എവിടെയായിരുന്നു അതിന്റെ ബാക്കി. അല്ലാതെ 5 വർഷത്തെ ഗ്യാപ്പിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ട് പോലില്ല. ശരിക്കും അതാണ് വേണ്ടത്. നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ അവരോടൊക്കെ പെരുമാറാൻ കഴിയും. ഇല്ലെങ്കിൽ നമുക്കും പ്രയാസമാണ്, അവർക്കും പ്രയാസമായി. രണ്ടു കൂട്ടരും മദ്യാസക്തരാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും ഒരാൾക്ക് അത് നെഗറ്റീവായി ഫീൽ ചെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് സ്പോൺസിയുടെ അവകാശം നമ്മളെ ഏറ്റെടുക്കുന്നില്ല. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പല സ്ഥലങ്ങളിലും വിട്ടുപോയിട്ടുള്ള ഒരു സംഗതിയാണ്. പിന്നെ അടുത്തത് ധാരാളം വിശ്രമിക്കുക എന്നുള്ളതാണ്. 12ാമത്തെ പോയിന്റാണ്, 30ാമത്തെ പേജില്. ഇത് പ്രധാനമായിട്ടും ആൽക്കഹോളിക്സ്, അതായത് മദ്യപാനത്തിൽ നിന്ന് വിട്ടുനിന്ന ആദ്യകാലങ്ങളിലുള്ള ഒരു മദ്യാസക്തനാണ് ഈ പോയിന്റ് വളരെ ആപ്റ്റായിട്ടുള്ളത്. കുറെ കാലം കഴിഞ്ഞ് അയാളുടെ എന്താ പറയാ, മദ്യപിച്ചുകൊണ്ടിരുന്ന വലിയ ക്ഷീണാവസ്ഥയൊക്കെ മാറി ഒരു സാധാരണ നിലയിലേക്ക് ജീവിക്കാൻ തുടങ്ങിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതത്ര സംഭവമല്ല. ധാരാളം വിശ്രമിക്കാൻ പോയി കഴിഞ്ഞാൽ പ്രശ്നമായിരിക്കും. എന്നാ പിന്നെ ഇന്ന് റെസ്റ്റ് എടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് വെറുതെ റെസ്റ്റ് എടുക്കുന്ന ആൾക്കാർക്ക് ബോറടിച്ചിട്ട് അയാള് പിന്നെ കുടിക്കാൻ പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എൻഗേജ്ഡ് ആയിരിക്കണം കുറെ കഴിഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ആദ്യ കാലത്ത് അയാൾ അങ്ങനെ എൻഗേജ്ഡ് ആവാനായിട്ട് പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള സമയത്താണ് അയാളോട് ധാരാളം വിശ്രമിക്കാൻ പറയുന്നത്. ഇതിനകത്ത് നിങ്ങൾ ആരെങ്കിലും പുതിയ ആൾക്കാരോടൊപ്പം നമ്മൾ ഇടപെടുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട നിർദ്ദേശങ്ങൾ എന്ന നിലയ്ക്ക് ഇതിനെ കാണുക. ഇനി പുതിയതായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും ഇത് ഉപകാരപ്രദമാകും. ഏറ്റവും കുറഞ്ഞത് 3 കാരണങ്ങളാൽ അമിത മദ്യപർക്ക് മിക്കപ്പോഴും അവർ എത്രമാത്രം ശാരീരികമായി തളർന്നിരിക്കുന്നു എന്ന് തിരിച്ചറിയാനാകും. ഈ മദ്യപാനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കും നന്നായിട്ട്. ആദ്യമൊക്കെ ഭക്ഷണം കഴിക്കും. പിന്നെ മദ്യപാനം സ്ട്രോങ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭക്ഷണമൊക്കെ കുറേശ്ശെ കൊടുക്കും. ഭക്ഷണം കഴിക്കാൻ ചിലപ്പം തോന്നുന്നില്ല. ഇനിയിപ്പോ മദ്യപിച്ചിട്ട് ഭക്ഷണം കഴിച്ചാൽ തന്നെ അയാള് ഇത് ശരിയായ പ്രോസസ്സ്, ദഹന പ്രോസസ്സ് ശരീരത്തിൽ ശരിയായി നടന്നാൽ മാത്രമാണല്ലോ അതിൻ്റെ അകത്തെ എല്ലാ കണ്ടന്റിനെയും വേർതിരിച്ച് രക്തത്തിലേക്ക് കലർത്തുക. ശരിയായ ദഹനം നടക്കണം. അങ്ങനെ ഒരു വയറ്റിൽ നടക്കുന്ന ഒരു ദഹന പ്രക്രിയക്ക് ആവശ്യമായ കുറെ സംഗതികളാണ്. വായിൽ നിന്നുള്ള ഉമിനീര് വേണം, നന്നായിട്ട് ഉമിനീര് വേണം. അതുപോലെ തന്നെ ആമാശയത്തിൽ ഉത്പാദിപ്പിക്കുന്ന ഒരുപാട് എന്താ പറയാ, എന്താ പറയാ, ഹോർമോൺസ്, ഒരുപാട് ഹോർമോൺസ് ഉണ്ടെങ്കിൽ ഈ ദഹന പ്രക്രിയ ശരിയായിട്ട് നടക്കുള്ളൂ. അത് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ വയറ്റിലെ ഭാഗങ്ങളൊക്കെ ഒന്ന് എനർജറ്റിക് ആയിരിക്കണമല്ലോ. അത് മദ്യമാണ് അവിടെ കിടക്കുന്നുണ്ട്, ആ സാധനം ഒന്നും അവിടെ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഈ ദഹനത്തിന് സഹായിക്കുന്ന ഒരു ഹോർമോണും ഉൽപ്പാദിപ്പിക്കാത്തതുകൊണ്ട് ദഹനം എന്ന് പറഞ്ഞ സാധനം പ്രോപ്പറായിട്ട് നടക്കാത്തതുകൊണ്ട് അതിൻ്റെ അകത്തെ കണ്ടന്റ് വേർതിരിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ആ ഒരു വലിയ പ്രക്രിയ ശരീരം യഥാർത്ഥത്തിൽ നടത്തുന്നില്ല. പിന്നെ ഭക്ഷണം കഴിച്ച് അത് വയറ്റിലെത്തി കഴിഞ്ഞാൽ അത് എങ്ങനെയെങ്കിലും അത്
ഒരു ഇതാക്കിയിട്ട് അവസാനം പിറ്റേ ദിവസം മലാശയത്തിലൂടെ പുറത്തേക്ക് പോകുക എന്നുള്ളതല്ലാതെ അതിന്റെ പ്രോട്ടീൻസും എല്ലാ കണ്ടന്റും വേർതിരിക്കുന്ന പ്രക്രിയ നടക്കുന്നത്. പിന്നെ എന്താണ് ഈ മദ്യാസക്തന് കിട്ടുന്ന എനർജി എവിടെ നിന്നാണ് കിട്ടുന്നത്? അത് എനർജി കിട്ടുന്നത് മദ്യത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഭയങ്കരമായ കലോറി ഉണ്ട്, നല്ല ഊർജ്ജമുണ്ട് മദ്യത്തിൽ നിന്ന് കിട്ടുന്നത്. ആ ഊർജ്ജം കൊണ്ട് മാത്രമാണ് അയാള് നിലനിൽക്കുന്നത്, അല്ലാണ്ട് ഭക്ഷണം കഴിച്ചിട്ട് അതിന്റെ എഫക്റ്റ് കൊണ്ടല്ല. മദ്യത്തിന്റെ 3 സവിശേഷതകളാണ് ഇതിന് കാരണം. ഒന്ന്, മദ്യത്തിലെ കൂടിയ കലോറി പൊടുന്നിനെ സൃഷ്ടിക്കുന്ന ഊർജം. മദ്യം കഴിക്കുമ്പോൾ അത് നല്ല കലോറി ഉള്ളത് കൊണ്ട് പെട്ടെന്ന് ഊർജ്ജം കിട്ടും. അത് കേന്ദ്ര നാഡീവ്യൂഹത്തെ മരവിപ്പിക്കുന്നു. അതുകൊണ്ട് ശാരീരിക അസ്വസ്ഥതകൾ പൂർണ്ണമായി ഗ്രഹിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടും. ഈ മദ്യപിച്ച് കഴിയുമ്പോൾ നമുക്ക് ക്ഷീണം ഇല്ലാത്തത് എന്താണ്? ക്ഷീണമുള്ള സമയത്ത് നമ്മൾ മദ്യപിച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം മാറി എന്ന് നമ്മൾ വിചാരിക്കുന്നു. യഥാർത്ഥത്തില് ഒരു ശരീരത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ വരുമ്പോ അത് നമുക്ക് തരുന്ന അറിയിപ്പുകളാണ് ക്ഷീണാവസ്ഥ. നമുക്ക് ഓരോ അറിയിപ്പ് തരും, ഇതിങ്ങനെ ഇങ്ങനെ കുഴപ്പമുണ്ട്. ആ അറിയിപ്പ് തരണമെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഓരോ സെൻസറി അവയവങ്ങളൊക്കെ അത് പ്രവർത്തിക്കണം. അപ്പൊ അതൊന്നും പ്രവർത്തിക്കാതെ വരുമ്പോൾ നമ്മളിതൊന്നും അറിയുന്നില്ല. അപ്പൊ ക്ഷീണാവസ്ഥയെ നമ്മൾ അറിയാതെ പോകും, അല്ലാണ്ട് ക്ഷീണാവസ്ഥ ഇല്ലാതായി പോവുകയല്ല ചെയ്യുന്നത്. അതുകൊണ്ട് കേന്ദ്ര നാഡീവ്യൂഹത്തെ മരവിപ്പിക്കുന്നു. അതുകൊണ്ട് ശാരീരിക അസ്വസ്ഥത പൂർണ്ണമായി ഗ്രഹിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടും. മദ്യം നൽകുന്ന മയക്കം വിട്ടു കഴിയുമ്പോൾ നാഡികളിൽ ഉണ്ടാകുന്ന വിക്ഷോഭം അധിക ഊർജമായി തെറ്റിദ്ധരിക്കപ്പെടുന്നു. അങ്ങനെയും സംഭവിക്കും. നമുക്ക് ഒരു എക്സ്ട്രാ എനർജി കിട്ടി എന്ന് നമ്മൾ വിചാരിക്കുകയാണ് ചെയ്യുന്നത്, യഥാർത്ഥത്തിൽ അത് കിട്ടുന്നില്ല. നമ്മൾ കുടി നിർത്തിയ ശേഷവും സംഭ്രമത്തിലേക്കും ഉറക്കമില്ലായ്മയിലേക്കും നയിക്കുന്ന വിക്ഷോഭകരമായ അസ്വസ്ഥത കുറെ കാലം കൂടി നീണ്ടു നിന്നേക്കാം. കുടി നിർത്തി കഴിയുമ്പോൾ നമുക്ക് ആകെ ഒരു ടെൻഷൻ വരും. ടെൻഷൻ വരാൻ കാരണം നമ്മളുടെ ശരീരത്തിന്റെ പ്രക്രിയകളൊന്നും ശരിക്കും നടക്കുന്നില്ല. അതുപോലെ അത് നടക്കുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഉറക്കമില്ലാതെ വരിക. ഉറക്കം എന്ന് പറഞ്ഞാൽ എന്താന്നുള്ള വിവരം എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ ഒന്നുകൂടി പറയാം. ഉറക്കം എന്ന് പറയുന്നത് ഒരു നിശ്ചിത സമയമാകുമ്പോൾ നമ്മളെ ശരീരത്തെ ഉറക്കാൻ നമ്മളുടെ ശരീരം തന്നെ ഏർപ്പാടാക്കിയിട്ടുള്ള ഒരു പ്രക്രിയയാണ് മെലാറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. ഉറക്കമുണ്ടാക്കുന്ന ഹോർമോണാണ് മെലാറ്റോണിൻ. ആ മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഓർഡർ നൽകുന്നത് നമ്മളുടെ ഉപബോധ മനസ്സാണ്. ഉപബോധ മനസ്സ്, അതായത് കൃത്യസമയമാകുമ്പോൾ ഉപബോധ മനസ്സ് സാധാരണഗതിയിൽ നമ്മൾ എപ്പോഴാണോ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ ഉറങ്ങുന്ന സമയമാകുമ്പോൾ ഉപബോധ മനസ്സ് ഓർഡർ കൊടുക്കും, അത് ഉറങ്ങാൻ സമയമായി എന്ന് പറയുമ്പോഴത്തേക്കും മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്നു, ഉറങ്ങുന്നു. അങ്ങനെ മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിച്ച് ഉറങ്ങിക്കഴിഞ്ഞാൽ ആ ഉറക്കം അയാളുടെ ശരീരത്തെ പൂർണ്ണമായി റിലാക്സിലേക്ക് കൊണ്ടുവരും, സ്വസ്ഥതയിലേക്ക് കൊണ്ടുവരും. ഒരു 6 മണിക്കൂർ 7 മണിക്കൂർ നേരം ഈ മെലാറ്റോണിൻ നമ്മളുടെ ശരീരത്തിൽ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നു. ആ മെലാറ്റോണിന്റെ എന്താ പറയാ അവസ്ഥ, അല്ലെങ്കിൽ മെലാറ്റോണിന്റെ ആ പ്രസരണ ദൈർഘ്യം അവസാനിക്കുന്ന സമയം വരെ നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ നമ്മൾ വളരെ ഫ്രഷ് ആയിട്ട് എഴുന്നേക്കും. ഇനി അങ്ങനെ മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിച്ച് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഉറക്കത്തിൽ ഒന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ചാൽ നമുക്കറിയാം ഒരു ഉറക്കച്ചടവ് എന്ന് പറഞ്ഞ സാധനം നമുക്കുണ്ട്. കാരണം മെലാറ്റോണിൻ ആക്റ്റീവായിട്ട് ശരീരത്തിൽ നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കത് ഉറക്കം പോയിട്ടില്ല. അപ്പൊ ഒരു 11 മണിക്ക് ഉറങ്ങി ഒരു 5 മണിക്ക് എഴുന്നേൽക്കുന്ന ആളാണെങ്കിൽ ഒരു 6 മണിക്കൂർ നേരം ആ മെലാറ്റോണിൻ ശരീരത്തിൽ ആക്റ്റീവ് ആയിട്ടുണ്ടാവും. അതിന് മുമ്പ് ഒരു 4 മണിക്കോ അല്ലെങ്കിൽ 3 മണിക്കോ എഴുന്നേൽക്ക് കഴിഞ്ഞാൽ ആ മെലാറ്റോണിൻ അവിടെ എന്താ പറയാ റിലീസായി പോയിട്ടില്ല, അതിന്റെ പ്രവർത്തനം കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്കൊരു ഉറക്കച്ചടവുണ്ടാവും. അങ്ങനെ മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിച്ച് ഉറങ്ങുന്ന ഉറക്കമാണ് യഥാർത്ഥത്തിൽ ഉറക്കം. എന്നാൽ മദ്യപിച്ചിട്ട് ഉറങ്ങുന്ന ഉറക്കമല്ല, ഉറക്കമേ അല്ല. ആ മദ്യപാനത്തോടു കൂടി തന്നെ ഇയാളുടെ മെലാറ്റോണിൻ ഉൽപാദന പരിപാടി ഏറെക്കുറെയൊക്കെ കുറഞ്ഞുപോയി. മദ്യപിച്ചിട്ട് കയറുന്നത് നമ്മൾ ഉറങ്ങുന്നത് മയക്കമാണ്. മയക്കം എന്ന് പറയുന്നത് നമ്മുടെ ബോധ മനസ്സിനെ മയക്കിക്കളയുകയാണ്.
ഉറക്കമല്ല. അതുകൊണ്ടാണ് നമുക്ക് പിറ്റേ ദിവസം രാവിലെ ഭയങ്കര ക്ഷീണം ഉണ്ടാവുന്നത്. ഉറങ്ങിയിട്ടാണ് എഴുന്നേക്കെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുമെങ്കിലും മദ്യപിച്ചിട്ട് നമ്മൾ മയങ്ങി കിടന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര ക്ഷീണവും വരും. കാരണം നമ്മൾ രാത്രിയിൽ ഉറങ്ങിയിട്ടില്ല. ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കിടന്നിട്ടുണ്ട്, ബോധമില്ലാതെ കിടന്നിട്ടുണ്ട്. പക്ഷെ അതിനെ നമ്മൾ ഉറക്കം എന്ന് തെറ്റിദ്ധരിക്കുക. അപ്പോ മദ്യപാനത്തിൽ നിന്ന് മാറി എന്താ സംഭവിക്കുക? നമ്മൾ ഈ മയക്കമില്ല, ഉറക്കമില്ല. കാരണം ഉറങ്ങുന്ന ശീലം എന്നോ നിന്നുപോയി. പിന്നെ ഉറക്കം വരാതെ വന്നപ്പോ മദ്യപിച്ച് കഴിഞ്ഞ് നമ്മൾ മയങ്ങി പോവുക. അതുകൊണ്ട് മദ്യപാനം മാറ്റി വെച്ച് കഴിയുമ്പോൾ ഈ ഉറക്കത്തിന്റെ പ്രോസസ്സ് ശരീരത്തിൽ ഇല്ലാത്തത് കൊണ്ട് വല്ലാത്തൊരു അസ്വസ്ഥത അനുഭവപ്പെടും. ഇനി എന്താ ചെയ്യേണ്ടത്? ആ മെലാറ്റോണിൻ സ്വാഭാവികമായിട്ടും നമ്മുടെ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു സമയം കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ കുടി നിർത്തിയ ശേഷവും സംഭ്രമത്തിലേക്കും ഉറക്കമില്ലായ്മയിലേക്ക് നയിക്കുന്ന വിക്ഷോഭകരമായ അസ്വസ്ഥത കുറെ കാലം കൂടി നീണ്ടു നിന്നേക്കാം. അല്ലെങ്കിൽ നമ്മൾ ശാരീരികമായ അവശതയെപ്പറ്റി പെട്ടെന്ന് ബോധമുള്ളവരായി, അങ്ങനെ തീർത്തും തളർന്ന് മന്ദത ബാധിച്ചവരായി ചിലപ്പോൾ ഈ രണ്ട് അവസ്ഥകളും മാറി മാറി പ്രത്യക്ഷപ്പെടുന്നു. ഒരു മന്ദത ബാധിച്ചവനെ പോലെ നടക്കുന്നു. ഈ സമയത്ത് ഉറക്കമില്ല, മദ്യപിക്കാത്ത ഒരാൾക്ക് ഉറക്കമില്ല എന്ന് പറഞ്ഞിട്ട് ഉറക്ക ഗുളിക കഴിക്കും. ഉറക്ക ഗുളിക എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ഉറക്ക ഗുളിക കൃത്രിമമായിട്ട് തലച്ചോറിൽ മെലാറ്റോണിൻ ഉത്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഉറക്ക ഗുളിയുടെ എഫക്റ്റ് അതാണ് നടക്കുന്നത്. അപ്പൊ കൃത്രിമമായി ഈ മെലാറ്റോണിൻ ഉത്പാദിപ്പിക്കാൻ ഉറക്ക ഗുളിക കഴിച്ചാൽ എന്താ കുഴപ്പം? പിന്നീട് ഈ ഉറക്ക ഗുളിക ഇല്ലാതെ ഉറങ്ങാനും പറ്റില്ല. അതുകൊണ്ട് ഉറക്ക ഗുളിക ഒന്നോ രണ്ടോ തവണ കഴിച്ച് വലിയ പ്രശ്നത്തിലുള്ള സമയത്ത് കഴിക്കാന്നുള്ളതല്ലാതെ ഉറക്ക ഗുളിക സ്ഥിരമായി കഴിക്കാനേ പാടില്ല. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ കഴിക്കാൻ പാടില്ല. ആ ഉറക്ക ഗുളിക കഴിച്ച് ഉറങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ അത് വളരെ മാരകമായ ഒരു സാധനമാണ്. നമുക്കറിയാം, ഉറക്ക ഗുളിക അളവ് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മരണ സാധ്യത വരെയുള്ള ഒരു സാധനമാണ്. അതുകൊണ്ട് അത്ര ഒരു സ്ട്രോങ് സാധനമാണ് ഈ ഉറക്ക ഗുളിക. അതുകൊണ്ട് ഉറക്ക ഗുളിക കഴിച്ചിട്ട് ഉറങ്ങാൻ ഉള്ള ശ്രമമല്ല നടത്തേണ്ടത്. മറിച്ച് ഒന്നോ രണ്ടോ മൂന്നോ ദിവസത്തിനിടയ്ക്ക് സ്വാഭാവികമായ ഉറക്കത്തിലേക്ക് എത്തിച്ചേരാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. തീർത്തും ഞങ്ങളിൽ ആയിരക്കണക്കിന് വ്യക്തികൾ സുബോധാവസ്ഥയുടെ ആരംഭഘട്ടങ്ങളിൽ നേരിട്ടിട്ടുള്ള സാധാരണവും പ്രതികൂലവുമായ ശാരീരിക മാനസിക പ്രതികരണങ്ങളാണ് ഇവ രണ്ടും. ഏതൊക്കെ? സംഭ്രമം, ടെൻഷൻ, പേടി, പിന്നെ ഉറക്കമില്ലായ്മ. ഇത് രണ്ടും എല്ലാവർക്കും മിക്കവാറും കുടിയിൽ മാറി നിന്നവർക്കുണ്ടാവും. ഈ മാറി നിൽക്കുന്ന അസ്വസ്ഥതകളെ ഒഴിവാക്കാനാണ് സാധാരണ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ നടത്തുന്ന പരിപാടി. ആദ്യത്തെ ഒരാഴ്ച ചെറിയ മരുന്നുകളൊക്കെ കഴിക്കുന്നത് ഈ രണ്ട് അസ്വസ്ഥതകളെ ഒഴിവാക്കാനാണ്. അങ്ങനെ ആശുപത്രി പോയിട്ടില്ലെങ്കിലും നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും. അതിന് ഡോക്ടർ നിർദ്ദേശപ്രകാരം കുറച്ച് ഗുളിക എന്തെങ്കിലും വാങ്ങി ആദ്യത്തെ 2 or 3 ദിവസമൊക്കെ ഉപയോഗിക്കാം. പിന്നെ നോർമലി നമ്മളുടെ ശാരീരികാവസ്ഥ ശരിയാക്കി എടുക്കുന്നതിനുള്ള ഒരു കഷ്ടപ്പെട്ട ശ്രമം നടത്തേണ്ടത്. അല്ലാതെ ഇതിൻ്റെ അകത്തൊരു നോർമാലിറ്റിയിലേക്ക് വരാൻ പ്രയാസമാണ്. മരുന്ന് കൊണ്ട് ഇത് നോർമാലിറ്റിയിലേക്ക് വരാൻ പ്രയാസമാണ്. ഇപ്പൊ എന്തായാലും മദ്യപാനത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഒരു ചെറിയ ശാരീരിക കഷ്ടപ്പാടുകൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതെല്ലാവരും അനുഭവിച്ചിട്ടുള്ളവരുമാണ് ഈ കൂടെയുള്ളവരൊക്കെ. ഞങ്ങളുടെ നേരത്തെയുള്ള മദ്യപാനത്തിന്റെ രീതിയെയും ആരോഗ്യത്തിന്റെ പൊതുവായ അവസ്ഥയെയും ആശ്രയിച്ച് ഈ അവസ്ഥകളുടെ ഏറ്റക്കുറച്ചിലുകൾ വ്യത്യസ്തമായിരിക്കും. ഇതിൽ ഭയപ്പെടാനൊന്നുമില്ല. അധികം താമസിയാതെ ഇവ രണ്ടും അപ്രത്യക്ഷമാവും. പെട്ടെന്ന് തന്നെ ഈ രണ്ട് അസ്വസ്ഥതകളും, ഭയം, അതുപോലെ തന്നെ ഈ ഉറക്കമില്ലായ്മ കുറച്ച് ദിവസം കഴിയുമ്പോൾ അപ്രത്യക്ഷമാകും. പേടിക്കേണ്ടതില്ല എന്നാണ് എല്ലാ പുതുമക്കാരോടും നമ്മൾ പറയുന്നത്. അതൊരു എന്താ പറയാ, ഒരവസ്ഥയിൽ നിന്ന്, ശരീരത്തിന്റെ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പായിട്ട് എടുത്താൽ മതി. അപ്പോൾ സ്വാഭാവികമായും ഈ ഉറക്കത്തിലേക്ക് വരാനുള്ള ഒരു സമയമുണ്ട്. ആ സമയത്തെ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളത്. പക്ഷെ പെട്ടെന്ന് പിറ്റേ ദിവസം രാവിലെ കിട്ടില്ല. അപ്പൊ കിട്ടാതെ വരുമ്പോൾ നമ്മൾ അസ്വസ്ഥനാവേണ്ടതില്ല. അതങ്ങനെയാണ് ഉണ്ടാവുക.
പക്ഷെ കുടി നിർത്തുമ്പോൾ ധാരാളം വിശ്രമം നമ്മൾക്ക് ആവശ്യമാണെന്ന വസ്തുത അതിപ്രധാനമാണ്. നമ്മ വിശ്രമം വേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ശരീരത്തിന് നല്ല ക്ഷീണം ബാധിച്ചിട്ടുണ്ടാവും, ഒരു ക്ഷീണാവസ്ഥ ഉണ്ടാവും. അപ്പൊ ആ ക്ഷീണാവസ്ഥയിൽ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ജോലിയൊക്കെ ചെയ്യാൻ പ്രയാസം ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും റെസ്റ്റ് എടുക്കുക. ക്ഷീണാവസ്ഥയിലായിരിക്കുമ്പോഴാണ് എവിടെ നിന്ന് അറിയാതെ മദ്യപിക്കാനുള്ള തീക്ഷ്ണമായ ആഗ്രഹം വളരെ എളുപ്പം നമ്മളിലേക്ക് എത്തുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട കുടിക്കാനുള്ള ഒരു സംഗതിയാണ് ക്ഷീണം. ഒരുപാട് കുടിയിലേക്ക് നയിക്കുന്ന ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ക്ഷീണം. കാരണം ഈ ക്ഷീണം വന്ന സമയങ്ങളിലൊക്കെ നമ്മൾ കുടിച്ചിട്ടുണ്ട്, നമ്മളെ ക്ഷീണം മാറ്റിയിട്ടുണ്ട്. ക്ഷീണം മാറ്റാനാണ് ആദ്യ കാലത്തൊക്കെ കുടിച്ചിട്ടുള്ളത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ചു കഴിഞ്ഞാൽ ക്ഷീണം മാറ്റാൻ കുടിച്ചിട്ടുണ്ട്. അപ്പൊ ക്ഷീണം മാറാൻ കുടിക്കുക എന്നുള്ളത് നമ്മുടെ ബോധ മനസ്സിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പൊ അതുകൊണ്ട് ഈ ക്ഷീണം കുടി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ഷീണം ഉണ്ടാവും. അപ്പോഴും നമുക്ക് കുടിക്കാനുള്ള ഒരു ടെൻഡൻസി വരാനുള്ള സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി നമ്മൾ അറിയുകയാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കകം ഈ അവസ്ഥ മാറും. അതിനുള്ള ക്ഷമിക്കണം എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു പുതുമക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനമായിട്ടുള്ള ഒരു പോയിന്റാണ്. പ്രത്യക്ഷത്തിൽ ഒരു കാരണവുമില്ലാതെ പൊടുന്നനെ ഞങ്ങൾക്ക് മദ്യപിക്കാൻ തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങളിൽ മിക്കവരും അമ്പരന്നിട്ടുണ്ട്. അത്തരം സന്ദർഭങ്ങളെ വിശദമായി പരിശോധിച്ചപ്പോൾ പൊതുവായ ഒരു വസ്തുത ഞങ്ങൾ മനസ്സിലാക്കി. ഓരോ തവണയും സ്വയം അറിയാതെ തന്നെ ഞങ്ങൾ വളരെ ക്ഷീണാവസ്ഥയിലായിരുന്നു. പല ആൾക്കാരും ഈ റിലാപ്സ് ആയി പോയത്, കുടി നിർത്തിയ ശേഷം റിലാപ്സ് ആയി പോകാനുള്ള ഒരു കാരണം അറിയാതെ പോയി കുടിച്ചാണെന്ന് പറയും. ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ അറിയാതെ പോകുന്നതിന്റെ ഒരു പ്രധാന കാരണം ക്ഷീണാവസ്ഥയാണ്. ക്ഷീണമുള്ള സമയത്താണ് ഈ അറിയാതെ ആയി പോകുന്നത്. കാരണം അത് നമ്മള് കുറെ കാലം അങ്ങനെ ചെയ്ത് ശീലമുള്ളതുകൊണ്ട് നല്ല ക്ഷീണാവസ്ഥ ഉള്ളപ്പോ നമ്മള് മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കില്ല. ക്ഷീണാവസ്ഥയെ മാറ്റാനുള്ള നമുക്കറിയാവുന്ന ടെക്നിക്ക് എടുത്ത് ഉപയോഗിക്കാനേ നമുക്ക് പെട്ടെന്ന് തോന്നുള്ളൂ. അങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ പോയി മദ്യപിച്ചു പോകും. അതുകൊണ്ട് ക്ഷീണാവസ്ഥ ഉള്ള സമയത്ത് ധാരാളം വിശ്രമം എടുക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. ഓരോ തവണയും സ്വയം അറിയാതെ തന്നെ ഞങ്ങൾ വളരെ ക്ഷീണാവസ്ഥയിലായിരുന്നു. ഞങ്ങൾ ധാരാളം ഊർജം ചെലവിടുകയും ആവശ്യത്തിന് വിശ്രമിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസരങ്ങളിലായിരുന്നു ഓർക്കാപ്പുറത്ത് മദ്യപിക്കാനുള്ള ആഗ്രഹം കൂടുതലായി ഉണ്ടായിരുന്നത്. മദ്യപാനം നിർത്തിയ ശേഷം പെട്ടെന്ന് ഭയങ്കര അധ്വാനത്തിലേക്ക് പോകും. അപ്പൊ പെട്ടെന്ന് തന്നെ ക്ഷീണാവസ്ഥയിലേക്ക് വരുന്നു. ക്ഷീണാവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ മദ്യപിക്കാനുള്ള ടെൻഡൻസി, ഒരാഗ്രഹം അല്ലാതെ നമ്മുടെ ഉള്ളിൽ നിന്നുകൊണ്ട് വരും. നമ്മളറിയാതെ തന്നെ മദ്യപാനത്തിലേക്ക് തിരികെയും ചെയ്യും. അതുകൊണ്ട് ആദ്യ കാലഘട്ടങ്ങളില് ക്ഷീണാവസ്ഥയിൽ എത്തുന്ന തരത്തിലുള്ള അധ്വാനം ഒഴിവാക്കണം എന്ന് പറയുന്നത്, ക്ഷീണാവസ്ഥയിലായിരിക്കുന്ന സമയത്ത് മദ്യപിക്കാനുള്ള തോന്നലുണ്ടാവും. പക്ഷെ ആ തോന്നൽ ഉണ്ടായാല് ആ തോന്നലിനെ മറികടക്കാനുള്ള ഒരു തോന്നൽ നമ്മളുടെ മനസ്സിലുണ്ടാവുക എന്നുള്ളത് ചിലപ്പോൾ നടന്നുകൊള്ളുന്നില്ല. അതിനെതിരായിട്ടുള്ള സംഗതി നമുക്ക് തോന്നിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പോയി റിലാപ്സ് ആവാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ലഘുഭക്ഷണമോ അല്ലെങ്കിൽ ചെറിയ ഉറക്കമോ ഞങ്ങളുടെ മാനസികാവസ്ഥയെ മെച്ചപ്പെടുത്തുകയും പൊതുവെ മദ്യപിക്കാനുള്ള ആഗ്രഹം അപ്രത്യക്ഷമാക്കുകയും ചെയ്തു. ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ക്ഷീണാവസ്ഥ മാറാവുന്നതേ ഉള്ളൂ. കുറച്ചു നേരം കിടക്കുക, അതല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഭക്ഷണം എന്തെങ്കിലും കഴിക്കുക, ചായ അങ്ങനെ എന്തെങ്കിലും കുടിക്കുക. അതുപോലെ ഉറങ്ങാൻ സാധിച്ചില്ലെങ്കിലും അല്പസമയം വെറുതെ കിടക്കുക, അല്ലെങ്കിൽ ചാരു കസേരയിലോ ബാത്ടബിലോ വിശ്രമിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ക്ഷീണാവസ്ഥയുടെ മുനയൊടിക്കാൻ പര്യാപ്തമായിരുന്നു. വെറുതെ കിടക്കുക, അല്ലെങ്കിൽ ആരുടെങ്കിലും വിളിച്ചു വരുത്തിയിട്ട് എന്തെങ്കിലും വർത്താനം പറയുകയോ തമാശ പറയുകയോ ഒക്കെ ചെയ്യുക. അങ്ങനെ ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എന്ന്, ഒരു മദ്യപാനത്തിൽ മാറി കഴിയുമ്പോൾ ശരീരത്തിന് ഒരു ക്ഷീണാവസ്ഥ ഉണ്ടാകും എന്നുള്ളത് നോർമലാണ്, അതെല്ലാവർക്കും ഉള്ളതാണ് എന്നുള്ളത് തിരിച്ചറിയാം. ദൈവമേ എനിക്കെന്താ ഇങ്ങനെ എന്ന് ചിന്തിക്കേണ്ടതില്ല. കുടി നിർത്തിയ എല്ലാവരും തന്നെ
ആദ്യഘട്ടത്തിൽ ഇത് അനുഭവിച്ചിട്ടുള്ളവരാണ്. അത് ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ മാത്രം വന്ന് കൂടി നിർത്തിയവർക്കാണ് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തിട്ടുണ്ടാവുക. അല്ലാത്തവരെ ആശുപത്രി ഉള്ള സമയത്ത് അത് ആശുപത്രിക്കാരത് മാനേജ് ചെയ്യും. അത് എങ്ങനെയാ മാനേജ് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. ആ 10-21 ദിവസം ഏതായാലും അവിടെ ചികിത്സയുടെ ഭാഗമായിട്ട് അവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് ആ ചികിത്സ ആയിട്ട് നമ്മൾ പൊരുത്തപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് നമ്മളത് അറിയുന്നില്ല. നമ്മുടെ ജീവിതം ആരോഗ്യകരമായ ഒരു സമയബന്ധിത പരിപാടി അനുസരിച്ച് ക്രമീകരിക്കപ്പെടുമ്പോൾ ഒരു ദിവസത്തെ 24 മണിക്കൂറിന് ആനുപാതികമായ വിശ്രമ സമയം നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ തീർച്ചയായും കാര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടും. 24 മണിക്കൂർ നേരത്തെ പ്ലാൻ ചെയ്യുക എന്നുള്ളത്. സാധാരണ നമ്മുടെ 24 മണിക്കൂറിൽ ഒരു 8 മണിക്കൂർ ഉറക്കം, ഒരു 8 മണിക്കൂർ ജോലി, പിന്നെയുള്ള ഒരു 8 മണിക്കൂർ നമ്മൾ ഉപയോഗിച്ചിരുന്നത് മദ്യപാനത്തിനായിരുന്നു കൂടുതലായിട്ടും. ആ 8 മണിക്കൂറല്ല, ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ സമയവും നമ്മൾ മദ്യപാനത്തിന് വേണ്ടിയിട്ട് അല്ല അതിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നു. അപ്പോ 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ ഉറക്കം കഴിഞ്ഞ് പിന്നുള്ള 8 മണിക്കൂർ മദ്യപാനത്തിന് ഉപയോഗിച്ച ആ സമയം നമ്മൾ മദ്യപിക്കാതിരിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളും ചെയ്യാനില്ലാത്തത് കൊണ്ട് ഒരു ക്ഷീണാവസ്ഥ അനുഭവപ്പെടും. അവിടെ ഒന്നുകിൽ വിശ്രമിക്കുക, ആ വിശ്രമം എന്തൊക്കെ വേണം എന്നുള്ളത്. വിശ്രമിക്കാന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുക എന്നുള്ളതല്ല. എന്തെങ്കിലും ചെറിയ എക്സസൈസ്, ചെറിയ ചെറിയ ജോലികൾ എന്തെങ്കിലും ചെയ്യുക. എല്ലാവർക്കും ഇല്ലെങ്കിലും ഞങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് കുടി നിർത്തിയ ശേഷം ഉറക്കമില്ലായ്മ അനുഭവപ്പെട്ട കഥകൾ പറയാൻ കഴിയും. അത് ഞാൻ പറഞ്ഞു നേരത്തെ. എന്തുകൊണ്ടാണ് ഉറക്കമില്ലായ്മ വന്നതെന്ന്. ഉറക്കം വരുന്ന ആ ഹോർമോൺ ഉത്പാദിപ്പിക്കുന്നില്ലല്ലോ, മെലാറ്റോണിൻ. പിന്നെ എങ്ങനെ ഉറക്കം വരും? സ്വാഭാവികമായിട്ടും നമ്മളിൽ ഉത്പാദിപ്പിക്കേണ്ടതാണ്. അത് ഉത്പാദിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, എല്ലാവർക്കും അറിയാം, നിങ്ങൾ സ്ഥിരമായി ഒരു 12 മണിക്കാണ് ഉറങ്ങുന്നതെങ്കിൽ 12 മണിയാകുമ്പോഴേക്കും കൃത്യമായിട്ട് നിങ്ങളുടെ കണ്ണിൽ ഉറക്കം കിട്ടും. ഈ ഉറക്കം തൂങ്ങുക എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിൽ നിന്ന് മെലാറ്റോണിൻ ഉത്പാദിപ്പിച്ച ശരീരത്തിലൂടെ പാസ് ചെയ്തിരിക്കണം. അത് അന്നേരമാണ് നമുക്ക് ഈ ഉറക്കം തൂങ്ങുന്നത്. മെലാറ്റോണിൻ ഉത്പാദിപ്പിച്ചില്ലെങ്കിൽ ഉറക്കം തൂങ്ങുകയില്ല. പക്ഷെ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ശരിയായി വരും. ഉറക്കമില്ലായ്മ അനുഭവപ്പെട്ട കഥകൾ പറയാൻ കഴിയും. ഇതിൽ നിന്ന് വ്യക്തമാകുന്ന മദ്യത്തിന്റെ സഹായമില്ലാതെ നമ്മുടെ നാഡീവ്യൂഹത്തിന് തടസ്സമില്ലാതെ ഉറങ്ങാനുള്ള സ്വഭാവം പഠിച്ചെടുക്കാൻ അല്ലെങ്കിൽ വീണ്ടും പഠിക്കാൻ അല്പം സമയം വേണ്ടി വരുമെന്നാണ്. നമ്മുടെ നാഡീവ്യൂഹത്തിന് ഈ സ്വഭാവം പഠിച്ചെടുക്കുക എന്ന് പറയുന്നത്, ഇത് ഉറങ്ങാനുള്ള ഈ മെലാറ്റോണിൻ ഉത്പാദിപ്പിക്കാനുള്ള ഒരു നിർദ്ദേശം നമ്മളുടെ മനസ്സ് കൊടുക്കേണ്ടതുണ്ട്. ഉപബോധ മനസ്സ് കൊടുക്കേണ്ടതുണ്ട്. ആ ഉപബോധ മനസ്സ് അത് കൊടുക്കണമെങ്കിലോ ഉപബോധ മനസ്സിൽ അത് സെറ്റ് ചെയ്യപ്പെടണം. അത് സെറ്റ് ചെയ്യണമെങ്കിലോ അത് ഒരു ദിവസം കൊണ്ടുപോകും, നടക്കില്ല. അത് കുറച്ച് ദിവസങ്ങൾ, ചുരുങ്ങിയത് 21 ദിവസമെങ്കിലും മെനക്കെട്ടാൽ മാത്രമേ ഒരു ഉപബോധ മനസ്സിൽ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്യൂ. അന്നേരം നമുക്കൊരു ശീലം മാറി എന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് കുറച്ച് സമയം എടുക്കും എന്നുള്ളത് എല്ലാവരും ഓർത്തു വെക്കുക. അല്പസമയം വേണ്ടി വരുമെന്നതാണ്. ഉറക്കമില്ലായ്മയെ പറ്റിയുള്ള നമ്മളുടെ ആശങ്കയാണ് ഈ പ്രശ്നത്തിലെ ഏറ്റവും വഷളായ ഭാഗം. ആശങ്ക ഉറങ്ങാനുള്ള ശ്രമത്തെ കൂടുതൽ കഠിനമാക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമുക്കൊരു ഒരു തവണ മെലാറ്റോണിൻ ഉത്പാദിപ്പിച്ചു. അപ്പൊ നമുക്ക് നല്ലൊരു ഉറക്കം വന്നു. ആ ഉറക്കം വന്നപ്പോ ആ ഉറക്കം നമ്മൾ ഉറങ്ങാൻ പറ്റിയില്ല. അതിനുശേഷം നമ്മൾ മുഖമൊക്കെ കഴിക്കഴിഞ്ഞാൽ ആ ഉറക്കം അങ്ങോട്ട് ഒഴിവായി. പിന്നെ നമ്മൾ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉറക്കം വരില്ല. അപ്പോ സാധാരണ കിടക്കുമ്പോഴേ ഉറക്കം വരുന്ന ഒരാൾക്ക് കിടന്നു കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഉറക്കം വരാതിരിക്കുമ്പോ പിന്നെ അയാൾ എന്താ ചിന്തിക്കാൻ, എന്താ ഈ ഉറക്കം വരാത്തെ എന്ന് ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഉറക്കം വരികയില്ല എന്ന് പറഞ്ഞു. എന്താണ്, എനിക്ക് ഉറക്കം വരുന്നില്ലല്ലോ. അയാളെ ഉറക്കാൻ അയാൾ തന്നെ വേണമെങ്കിൽ ഹിപ്നോട്ടിസ് ചെയ്യാം. ഒരു സ്വയം മയക്കത്തിലേക്ക് പോകാനുള്ള ചെറിയ ഒരു മെഡിറ്റേഷൻ ഉണ്ട്,
ചെറിയ ഒരു ഹിപ്നോട്ടിസം ഉണ്ട്. ഇതെല്ലാം അയാൾക്ക് വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താറുണ്ട് സെൽഫായിട്ട്. അതായത് മലന്ന് കിടന്നിട്ട് ശരീരത്തെ കൈകാലുകൾ കാലിന്റെ പാദം മുതലുള്ള ഭാഗമൊക്കെ റിലാക്സ് ആയി എന്ന് ഉറങ്ങി എന്ന് മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുക. അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചിന്തിച്ച് കാല്, മുട്ട്, ഇടുപ്പ് ഭാഗം, വയറ്, നെഞ്ച്, ശരീരത്തിന്റെ ഭാഗം, തോള്, കയ്യ്, ഇതെല്ലാം ഉറങ്ങി. അങ്ങനെ എന്റെ മുഖം, എന്റെ തല എല്ലാം ഉറങ്ങി 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 എന്ന് പലവട്ടം ഞാൻ എന്നോട് പറഞ്ഞ് അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ അയാൾക്ക് ഉറങ്ങി ഉറങ്ങി ഉറക്കം വന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ ചിന്തിക്കുക. അതാണ് ഹിപ്നോട്ടിസം അല്ലെങ്കിൽ മെഡിറ്റേഷനിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. അതല്ലാതെ അയ്യോ എന്താ ഉറക്കം വരുന്നില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ഉറക്കം വരുന്നില്ല. ഉറക്കം വന്നുകൊണ്ടിരിക്കുന്നു. ഞാനിപ്പോ ഉറങ്ങും, ഇപ്പൊ അങ്ങനെ ആണ് ശരിക്കും ചിന്തിക്കുക. ഇല്ലെങ്കിൽ ആശങ്ക വന്നു കഴിഞ്ഞാൽ പിന്നെ ഉറക്കം വരും. ഈ വിഷയത്തെ പറ്റി ഞങ്ങൾ പരസ്പരം നൽകുന്ന ആദ്യത്തെ ഉപദേശം ഇതാണ്: ആശങ്കപ്പെടാതിരിക്കുക. ആശങ്കപ്പെടാതിരിക്കുക. ഉറക്കമില്ലായ്മയാൽ ആരും ഇന്നേ വരെ മരണപ്പെട്ടിട്ടില്ല. അതെ പറഞ്ഞു, ഉറങ്ങിയിട്ടില്ല എന്ന് വെച്ചിട്ട് ഇതുവരെ ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിന്റെ ക്ഷീണം കാരണം ഒരു പരിധി കഴിയുമ്പോൾ നിങ്ങൾ ഉറങ്ങിക്കോളും. അപ്രകാരമാണ് സാധാരണ സംഭവിക്കുക. ഉറക്കം വന്നില്ല എന്നുള്ളത് പേടിക്കേണ്ട ഒരു കാര്യമേ അല്ല. ദൈവമേ എന്താ എനിക്ക് ഉറക്കം വരാത്തത്, അങ്ങനെ ചിന്തിച്ച ഉറക്കം വരികയില്ല. ഉറക്കമില്ലായ്മ ഒന്നോ രണ്ടോ അടിക്കുന്നതിന് നമ്മൾ സ്വയം നൽകിയ ഒഴികഴിവായിരുന്നു. ഇപ്പൊ മുമ്പ് പലരോട് ചോദിച്ചാൽ അറിയാം എന്തിനാണ് നിങ്ങൾ കുടിക്കുന്നത് എന്ന് ഞാൻ പല സ്ഥലത്ത് ക്ലാസ്സുകളിൽ ചോദിച്ചിട്ടുണ്ട്. അതിൽ കിട്ടിയിട്ടുള്ള ഒരു 5-6 മറുപടി. എന്തിനാണ് നമ്മൾ മദ്യപിക്കുന്നത്? ഒരു ഒന്നാമത്തെ മറുപടി ക്ഷീണം മാറ്റാനാണ്. രണ്ടാമത്തെ മറുപടി ടെൻഷൻ മാറ്റാനാണ്. മൂന്നാമത്തെ മറുപടി സന്തോഷം കിട്ടാനാണ്. നാലാമത്തത് സുഖം കിട്ടാൻ. പിന്നെ വിശക്കാൻ. പിന്നെ വിശപ്പിന് വേണ്ടിയിട്ട്, ഉറക്കം കിട്ടാൻ വേണ്ടി. ഇങ്ങനെ 5-6 കാരണങ്ങളാണ് എന്തിനാണ് മദ്യപിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും നന്നായിട്ട് ഉറങ്ങാൻ കഴിയും, നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിയും, നല്ല ക്ഷീണം മാറ്റാൻ കഴിയും, ടെൻഷൻ മാറ്റാൻ കഴിയും, പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാല് സോൾവ് ചെയ്യാൻ കഴിയും, ആ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് മദ്യപിക്കുന്നത്. ഇങ്ങനെയുള്ള കാരണങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയുന്ന ഒരു കാരണം ഉറക്കമില്ലായ്മയാണ്. ഉറങ്ങാൻ പറ്റുന്നില്ല. അല്ലാതെ മദ്യപിക്കുന്ന കാലത്ത് ഒരു ദിവസം മദ്യപിക്കാതെയാണ് അയാൾ കിടക്കുന്നെങ്കിൽ അയാൾക്ക് ഉറക്കം വരികയില്ല. അപ്പൊ അയാൾക്ക് അടുത്ത ദിവസം ഉറങ്ങണം എന്നുള്ള ചിന്തയോടുകൂടി അയാൾ പോയി മദ്യപിക്കും. അങ്ങനെ അതൊരു ഒഴിവുകഴിവായിരുന്നു. എന്നാൽ ഉറക്കമില്ലായ്മയോടുള്ള ഒരു പുതുപുത്തൻ സമീപനം കുടിക്കാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്നു. തിരിഞ്ഞു മറിഞ്ഞ് കിടന്ന് ഉറക്കമില്ലായ്മയെ പരിക്കാതെ എഴുന്നേറ്റ് എന്തെങ്കിലും വായിക്കുകയോ എഴുതുകയോ ചെയ്യുക. അതൊരു മാർഗമാണ്. ഉറക്കം തീരെ വരുന്നില്ലേ, എന്നാ കടന്നിട്ട് വിഷമിക്കാൻ നിൽക്കരുത്, നെഗറ്റീവ് ചിന്തിക്കരുത്. ഒന്നുകിൽ എഴുന്നേറ്റിട്ട് വേറെ എന്തെങ്കിലും കുറച്ച് പണി ചെയ്യും. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പണി ചെയ്താൽ തീർച്ചയായിട്ടും ഉറങ്ങും. അത് കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്താൽ നല്ല ഏത് സമയത്തും ഉറങ്ങാൻ പറ്റും. ഇപ്പൊ തീരെ സന്ധ്യക്ക് കടന്നു, നമ്മൾ സാധാരണ ഒരു 11 മണിക്കാണ് കിടന്നിട്ട് 5 മണിക്ക് എഴുന്നേക്കുന്നത്. അപ്പൊ ഇയാൾക്ക് രാവിലെ 2 മണിക്ക് എഴുന്നേക്കണം. അപ്പൊ ഇയാൾക്ക് ഒരു 5-6 മണിക്കൂർ ഉറങ്ങാൻ വേണം. അയാള് പോയി കിടന്ന് ഒരു 9 മണിക്ക് കിടന്നാല് അയാൾക്ക് ഉറക്കം വരികയില്ല. പക്ഷെ ഇയാൾക്ക് ഉറങ്ങണമെങ്കിൽ അയാൾ ഈ പണി ചെയ്താൽ മതി. അയാൾ ഉറങ്ങുന്നു എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞ പോലെ ഒരു മെഡിറ്റേഷനിലേക്കോ അല്ലെങ്കിൽ ഹിപ്നോട്ടിസത്തിലേക്കോ പോയാൽ അയാളോട് തന്നെ പറയാ, എനിക്ക് ഉറക്കം വന്നുകൊണ്ടിരിക്കുന്നു, ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു, എന്റെ കാലുറങ്ങി, എല്ലാ സാധനവും ഉറങ്ങി 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 എന്നൊക്കെ പറഞ്ഞാൽ അയാൾക്ക് കുറച്ച് നേരം കഴിയുമ്പോഴേ അയാൾ അറിയാണ്ട് ഇത് പറഞ്ഞു പറഞ്ഞ് എനിക്ക് ഉറക്കം വരുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യാം. ഇതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യ സംബന്ധമായ മറ്റെന്തെങ്കിലും സ്വഭാവങ്ങൾ നമ്മൾക്ക് ഉറങ്ങാൻ തടസ്സമുണ്ടാക്കുന്നവയാണോ എന്ന് പരിശോധിക്കുന്നത് നല്ലൊരു ആശയമാണ്. മറ്റെന്തെങ്കിലും അസ്വസ്ഥതകൾ നമ്മുടെ ശരീരത്തിനുണ്ടോ എന്ന് നോക്കാം. ഉറക്കമില്ലായ്മ മാത്രമാണ് പ്രശ്നമെങ്കിൽ അത്ര വലിയ പ്രശ്നമല്ല. വൈകുന്നേരം ഈ ഉറക്കം വരാതിരിക്കാൻ ഈ മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കാതിരിക്കാനുള്ള ചില ഘടകം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ചില ആഹാര സാധനങ്ങളാണ്.
നല്ല ഉറക്കം വരുമ്പോൾ നല്ലൊരു കട്ടൻ ചായ കുടിച്ചു നോക്കി. നല്ലൊരു കട്ടൻ ചായ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഉറക്കം വരികയില്ല. രാത്രി ഉറക്കളച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് കട്ടൻ ചായ കൊണ്ട് കൊടുക്കുന്ന കാണാമല്ലോ, കട്ടൻ ചായ കട്ടൻ കാപ്പി. അപ്പൊ വൈകുന്നേരമൊക്കെ നമ്മൾ ധാരാളം ചായ കുടിക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് ഉറക്കം കിട്ടാനുള്ള സാധ്യത കുറവാണ്. വൈകുന്നേരം അമിതമായി കാപ്പി കുടിക്കുന്നുണ്ടോ? ശരിയായ ഭക്ഷണം കഴിക്കുന്നുണ്ടോ? ശരിയായ ഭക്ഷണം എപ്പോ കഴിക്കണം? ശരിയായ ഭക്ഷണം നമ്മൾ ഉറങ്ങുന്നതിന്റെ 2-3 മണിക്കൂർ മുമ്പ് വേണം ഭക്ഷണം കഴിക്കാൻ. അല്ലാതെ ഭക്ഷണം കഴിച്ച ഉടനെ കിടന്ന് കിട്ടുന്നത് ഉറക്കമല്ല, മയക്കമാണ്. മയങ്ങിപ്പോ, ക്ഷീണം കൊണ്ട് മയങ്ങിപ്പോവുക ചെയ്യും. അപ്പൊ കുറച്ച് മുമ്പാണ് ഭക്ഷണം കഴിക്കുന്നത്. അതുപോലെ തന്നെ ശരിയായ രീതിയിലുള്ള വ്യായാമം ശരീരത്തിൽ ലഭിക്കുന്നു. അതും ഉറക്കത്തെ ബാധിക്കുന്ന ഒരു സംഗതിയാണ്. ശരീരത്തിന് എക്സസൈസ് ഉണ്ടെങ്കിൽ ഉറക്കം കിട്ടും. നമ്മളുടെ ദഹന വ്യവസ്ഥ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ? ഇത്തരം കാര്യങ്ങൾ ശരിയാകാൻ കുറെ സമയം എടുത്തേക്കാം. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞു, നമ്മൾ കഴിക്കുന്ന ക്ഷീണാവസ്ഥ ഉണ്ടാവാൻ കാരണം നമ്മളുടെ ദഹന പ്രക്രിയ നടക്കണില്ല. ദഹന പ്രക്രിയ നടക്കുന്ന ആ ആമാശയത്തില് അതിനാവശ്യമായിട്ടുള്ള ഒരു സപ്പോർട്ടിങ് മെറ്റീരിയലും നമ്മുടെ ശരീരത്തിൽ നിന്ന് ഉത്പാദിപ്പിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ദഹനം നടക്കണില്ല. ശരീരം തന്നെ എന്തെല്ലാമൊക്കെയോ സെറ്റിൽമെന്റ് ഇതിന്റെ ഉള്ളിൽ നടത്തുന്നുണ്ട്. അതിന്റെ ശരീരത്തിന്റെ അകത്ത് നടക്കുന്ന പ്രോസസ്സ് മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ അന്തം വിട്ടു. ശരിക്കും നമ്മള് വാരി വലിച്ച് ആണെങ്കിലും ഈ കഴിക്കുന്ന ഭക്ഷണം അത് വയറ്റിലെത്തിക്കഴിഞ്ഞാൽ അത്രേ പണിയേ നമുക്കറിയുള്ളൂ. പിന്നെ അതിന്റെ ഉള്ളിൽ നടക്കുന്ന പരിപാടി എന്താന്നുള്ള വിവരം നമ്മൾ ചിന്തിച്ചിട്ട് പോലില്ല. അവിടെ കിട്ടിയിട്ടുള്ള ഈ ചിക്കനോ അല്ലെങ്കിൽ മട്ടണോ പോത്തോ എന്തോ ആട്ടെ, അത്ര ഹാർഡായിട്ടുള്ള ഒരു സാധനത്തെ പോലും അതിനെ ദഹിപ്പിച്ച് അരച്ച് എടുത്ത് അതിൻ്റെ അകത്തു നിന്നുള്ള എല്ലാ കണ്ടന്റും വേർതിരിച്ച് അതിൻ്റെ അകത്തെ പ്രോട്ടീൻസ്, വൈറ്റമിൻസ്, കാർബോഹൈഡ്രേറ്റ് എന്ന് വേണ്ട എല്ലാ സാധനത്തെയും വേർതിരിച്ച് എവിടേക്കാണോ എത്തിക്കേണ്ടത് അവിടേക്ക് എത്തിച്ച് അത് കഴിഞ്ഞ് അതിൻ്റെ അകത്തുനിന്ന് എന്താ പറയാ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണ സാധനവും വെള്ളവും ഒന്നിച്ചാ കഴിച്ചിട്ടുള്ളത്. ഇതെല്ലാം കൂടി ഒന്നിച്ചുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഇതിനെ ഫിൽറ്റർ ചെയ്തിട്ട് ഈ വെള്ളം ഒരു വശത്തോടെയും അല്ലാത്തത് വേറെ ഒരു വശത്തോടെയും കടത്തിവിട്ട് ആ വെള്ളം കടത്തിവിടുന്ന സാധനങ്ങൾ കിഡ്നിയിലേക്ക് പോയി അവിടെ പോയിട്ട് അത് ശുദ്ധീകരിച്ച് ക്ലിയർ ആക്കി നമ്മൾ എത്രയോ ഹാർഡായിട്ടുള്ള എത്രയോ കളർഫുൾ ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ട് അതിനെയൊക്കെ ഫിൽറ്റർ ചെയ്ത് നല്ല തെളിമയുള്ള മൂത്രമാക്കി പുറത്തേക്ക് വിടുന്ന ഒരു ശരീരത്തിന്റെ ഒരു വമ്പ പ്രക്രിയയുണ്ട്. ഈ പ്രക്രിയയെ മൊത്തം ഡിസോർഡർ ആക്കുന്ന ഒരു സാധനമാണ് യഥാർത്ഥത്തിൽ മദ്യം. ഭയങ്കര ഡിസോർഡർ ആക്കുക. ഒരു നോർമലി നടക്കുന്ന ശരീരത്തിൽ നടക്കേണ്ട ഒരു പ്രോസസ്സിൽ തകരാറിലാക്കുന്നത്. അപ്പൊ ആ ദഹന പ്രക്രിയ, അതായത് അത് ആമാശയത്തിൽ നിന്നും ചെറുകുടൽ നിന്നും വൻകുടൽ നിന്നൊക്കെ ഇതിന്റെ പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഓരോ സ്ഥലത്തുനിന്നും പ്രോസസ്സ് നടക്കുന്നു. ആ പ്രോസസ്സിനെ തകരാറിലാക്കുന്നത് കൊണ്ട് ദഹന വ്യവസ്ഥ മൊത്തം ഡിസോർഡറാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഉറക്കം വരാതെ പോകുന്നതൊക്കെ. അതുകൊണ്ട് മദ്യപിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഉറങ്ങല്ല ചെയ്യുന്ന, നമ്മൾ മയങ്ങി കിടക്കുന്നുണ്ട്. ശരീരത്തിന്റെ അവിടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കും. ആവശ്യമായ പ്രോട്ടീൻ ഒന്നും നമ്മുടെ ശരീരത്തിലേക്ക് എത്തുകയില്ല. നമ്മൾ ശരിക്കും നല്ല വൈറ്റമിൻസ് കലർന്ന ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ എങ്ങനെ അതവിടുന്ന് വേർതിരിക്കണ്ടേ? അത് നടക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് സ്ഥിരമായി മദ്യപിക്കുന്ന ഒരാൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ പോലും അയാൾ ക്ഷീണാവസ്ഥയിലേക്ക് പോകും. കാരണം അതിന്റെ കണ്ടന്റിനെ വേർതിരിച്ച് ശരീരത്തിൽ എത്താത്തതുകൊണ്ട്. എന്നാൽ അത്രയും ഭക്ഷണം ഒന്നും കഴിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ദഹന പ്രക്രിയ നല്ല സ്ട്രോങ് ആണെങ്കിൽ നമ്മൾ മദ്യപിക്കുമ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പകുതി കഴിച്ചാൽ പോലും നമുക്ക് ആവശ്യമായിട്ടുള്ള കണ്ടന്റ് ശരീരത്തിൽ കിട്ടും. അതുകൊണ്ടാണ് ഈ ദഹന പ്രക്രിയ ശരിക്കും നടക്കാത്തത് കൊണ്ടാണ് നമ്മളുടെ കോശങ്ങൾക്കൊന്നും ഒരു ഊർജ്ജം ഇല്ലാത്ത കോശങ്ങളൊക്കെ ഉണ്ടാവും. ഈ പറഞ്ഞ എല്ലാ കണ്ടന്റും നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കണമല്ലോ. കോശങ്ങളിലേക്ക് ആവശ്യമായ ഈ ഘടകങ്ങളൊക്കെ വരണം. അതുകൊണ്ട് ഒരു എനർജി ഇല്ലാത്ത കോശങ്ങൾ വരും. അതുകൊണ്ടാണ് ഒരു 10-40 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഒരു വയസ്സനായി പോയത് പോലെ തോന്നും. ഒരു എനർജി ഇല്ലാത്ത കോശങ്ങളൊക്കെ ആയിരിക്കും മുഖത്തൊക്കെ വരും. അത് ആദ്യമൊക്കെ ശരീരത്തിന്റെ പല ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ അവസാനം മുഖത്തും ഇത് ദൃശ്യമാവും. അപ്പൊ ഒരു വയസ്സനെ പോലെ തോന്നിക്കുകയും ചെയ്യും. എന്നാൽ ഈ മദ്യപാനമൊക്കെ നിർത്തി കഴിഞ്ഞ് ഈ ദഹന പ്രക്രിയയൊക്കെ നോർമലായി
എല്ലാ കണ്ടന്റും നമ്മുടെ ശരീരത്തിൽ ആക്കി പ്രവേശിക്കുന്ന ഒരവസ്ഥ വന്നു. അപ്പോൾ കോശങ്ങളിലേക്ക് നല്ല എനർജറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ വന്നു. പിന്നെ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളൊക്കെ നല്ല എനർജറ്റിക് കോശങ്ങളാവുന്നു. അങ്ങനെ നമ്മുടെ ശരീരത്തിലെ ചുളിവുകളൊക്കെ മാറും, നല്ല ഫ്രഷ് ആയിട്ട് വരും. അപ്പൊ അതിന് ചുരുങ്ങിയത് ഒരു 10-40 ദിവസമെങ്കിലും എടുക്കും, 90 ദിവസമെങ്കിലും എടുക്കും അത് പൂർണ്ണമായും കോശങ്ങളൊക്കെ മാറി വരും. ആ സമയമാകുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും നമ്മുടെ ശരീരത്തിൽ ദഹന പ്രക്രിയയൊക്കെ ശരിക്കും നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാവും. നമ്മുടെ ശരീരം ഒന്ന് പുഷ്ടിപ്പെടും, കോശങ്ങൾക്കൊക്കെ ഒരു തെളിമ വരും, ഒരു പ്രസരിപ്പ് വരും മുഖത്തൊക്കെ. ആ സമയമാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ദഹന പ്രക്രിയയൊക്കെ നടക്കുന്നത്. ആ പ്രക്രിയ നടക്കണമെങ്കിൽ നമുക്ക് വേണം, ഒരു വിശ്രമം വേണം, കുറച്ച് വ്യായാമം വേണം, അതൊക്കെ വേണം. അതേപോലെ അതിന് തയ്യാറായി വരുന്ന ചില ഭക്ഷണ സാധനങ്ങളൊക്കെ ഉപേക്ഷിക്കുകയും ചെയ്യുക. ഉറക്ക ഗുളിക കഴിക്കരുത്, കാപ്പി കുടിക്കരുത്. അതേപോലെ വിശ്രമം വ്യായാമം ഒക്കെ ചെയ്യണം. ഓക്കെ. ഉറക്കമില്ലായ്മയെ നേരിടാൻ ചില പഴയ സാധാരണ വിദ്യകൾ യഥാർത്ഥത്തിൽ സഹായകരമായേക്കാം. ചില പണ്ടത്തെ ഉപയോഗിക്കുന്ന ചില ടെക്നിക്കുകളൊക്കെയാണ്. അതായത് ഒരു ഗ്ലാസ് ചൂടുപാൽ, ശ്വസന വ്യായാമം, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ശ്വസന വ്യായാമം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളുടെ ഒരു ഘടകമാണ് കേട്ടോ. ഉറക്കം വരാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ചിന്ത. നമ്മൾ ഏതെങ്കിലും പ്രശ്നമുള്ള ഒരു കാര്യത്തെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് കിടക്കുകയാണെങ്കിൽ ഉറക്കം വരില്ല. അപ്പോ ചിന്തയെ എങ്ങനെ നമുക്കൊന്ന് ഏകാഗ്രമാക്കി എടുക്കാം? ഏകാഗ്രമാക്കി എടുക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വേറെ സാധനമാണ് ശ്വാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അപ്പൊ ശ്രദ്ധ മുഴുവനും ശ്വാസത്തിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ ഓരോ ശ്വാസം വലിക്കുമ്പോഴും ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഉറക്കം വന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയാം. അപ്പൊ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊടുക്കാം. പിന്നെ ചൂടുവെള്ളത്തിൽ ഒരു കുളി, ഒരു ബോറൻ പുസ്തകം, ഇഷ്ടമില്ലാത്തൊരു പുസ്തകം വായിക്കുക, അല്ലെങ്കിൽ അല്പനേരത്തെ സംഗീതം കേൾക്കുക. ചിലർക്ക് വിചിത്രമായ വിദ്യകളിലാണ് കമ്പം. ഒരു ലഹരി മുക്ത മദ്യപൻ നിർദ്ദേശിക്കുന്നത് ഇഞ്ചിയുടെ സ്വാദുള്ള സോഡ ചൂടാക്കി അതിൽ കുരുമുളക് ചേർത്ത് കഴിക്കാനാണ്. ഓരോരുത്തർക്കും അവരവരുടെ രീതികൾ. ചിലർ ഒരു പ്രത്യേക തരം തിരുമു ചികിത്സയോ യോഗയോ അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളെ പറ്റിയുള്ള പുസ്തകങ്ങളിൽ ഏതെങ്കിലും പ്രതിവിധികളോ ശ്രമിച്ചു നോക്കും. അപ്പോ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ ഒരു രീതി സ്വീകരിച്ചു നോക്കാം. യോഗ ആവാം, അതുപോലെ തന്നെ എക്സസൈസ് ആവാം ഒക്കെ പറയുന്നു. അങ്ങനെ എന്തെങ്കിലും, മദ്യപിക്കുക അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു രീതി അയാൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. നാം കിടന്ന ഉടനെ ഉറങ്ങിയില്ലെങ്കിൽ കണ്ണടച്ച് ശാന്തമായി കിടന്ന് വിശ്രമിക്കാൻ കഴിയും. ആ വിശ്രമിക്കാൻ കിടക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലൂടെ 1000 ചിന്തകൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഉറക്കം വരികയില്ല. മനസ്സിൽ ഉണ്ടാകുന്ന ചിന്തകളാണ് ഉറക്കം വരാതിരിക്കാനുള്ള ഒരു ഘടകം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ചിന്തകളെ ഏകാഗ്രമാക്കിയെടുത്താൽ ഉറക്കം തന്നെ വന്നു. അല്ലാതെ ഒരു മുറിയിൽ അസ്വസ്ഥമായി ചുറ്റി നടന്നുകൊണ്ടോ രാത്രി മുഴുവൻ കാപ്പി കുടിച്ച് ആരോടെങ്കിലും സംസാരിച്ചുകൊണ്ടോ ആർക്കും ഉറങ്ങാനാവില്ലല്ലോ. എന്നാ ഉറക്കം വരട്ടെ എന്ന് വിചാരിച്ച് മൊബൈൽ എടുത്ത് ഞെക്കിയാലോ ഉറക്കം തീരെ വരില്ല. ഉറക്കം വരാതിരിക്കട്ടെ എന്ന് മൊബൈൽ എടുത്ത് ഫോൺ ചെയ്താൽ ആ ഉറക്കം വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഉറക്കം വരുന്നോടം വരെ ഫോൺ ചെയ്താലോ അതും ഉറക്കം വരികയില്ല. എങ്കിലും ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ മദ്യാസക്ത രോഗത്തെ പറ്റി നന്നായി അറിയാവുന്ന ഒരു ഡോക്ടറെ കാണുക എന്നതാണ് ഉത്തമം. എന്നിട്ടും ശരിയായില്ല എങ്കിൽ ഏതെങ്കിലും ഒരു ഫിസിഷ്യനെ കണ്ട് പരിഹാരം തേടേണ്ടതുണ്ട്. ഒരു കാര്യം ഞങ്ങൾ തീർച്ചയായും പഠിച്ചു, ഒരു തരത്തിലുള്ള ഉറക്ക ഗുളികളും മദ്യാസക്ത രോഗിക്ക് പരിഹാരമല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഉറക്ക ഗുളിക കഴിച്ച് ഉറങ്ങാൻ പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് പരിഹാരമല്ല. പരിഹാരമല്ലാത്തതിന്റെ കാരണം ഉറക്ക ഗുളിക കഴിച്ച് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഉറക്ക ഗുളിക ഇല്ലാതെ ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. കൃത്രിമമായിട്ടാണ് മെലാറ്റോണിൻ ഹൈ ഡോസിൽ ഉത്പാദിപ്പിക്കുന്ന ഉറക്ക ഗുളിക കഴിച്ചാൽ പിന്നെ ഈ മെലാറ്റോണിൻ ഉത്പാദിപ്പിക്കാൻ ഉറക്ക ഗുളിക വേണ്ടി വരും. അതുകൊണ്ട് ഉറക്ക ഗുളികയെ പരമാവധി ഒഴിവാക്കുക. ഞങ്ങളുടെ അനുഭവം ആവർത്തിച്ച് കാണിക്കുന്നത് ഉറക്ക ഗുളികളുടെ ഉപയോഗം ഞങ്ങളെ വീണ്ടും മദ്യത്തിലേക്ക് നയിക്കുമെന്നാണ്. കാരണം ഈ ഉറക്ക ഗുളിക ഇല്ലാതെ ഒരു ദിവസം കിടന്ന ഉറക്കം വരില്ല. അപ്പൊ എന്നും ഉറക്ക ഗുളിക കഴിക്കാൻ പറ്റിയല്ല, ഉറക്കം വരാതിരിക്കുകയും ചെയ്യുമ്പോൾ പിന്നെ ഉള്ള ഒരു മാർഗം എന്താണ്? മദ്യപിക്കുക എന്നുള്ളതാണ്.
ഉറക്ക ഗുളിക കഴിക്കാൻ പോയാൽ ചിലപ്പോൾ മദ്യത്തിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഇത്തരം മരുന്നുകൾ എത്ര അപകടകരമെന്ന് ഞങ്ങൾക്കറിയാവുന്നതിനാൽ കുറെ കാലത്തേക്ക് ചില്ലറ അസ്വസ്ഥതകൾ ഞങ്ങൾ സഹിച്ചു. അപ്പൊ കുറച്ചു കാലം സഹിക്കാൻ തീരുമാനിക്കണം. ഒരു ചെറിയ സഹനം മതി. ആ സമയത്ത് ഭയങ്കര അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവുമെങ്കിലും ഇത് ഒരു റിക്കവറിയുടെ ഒരു ഒരു അധ്യായമാണ്. സുഖകരമായ മദ്യപാനത്തിൽ നിന്ന് മദ്യരഹിതമായ ജീവിതത്തിലേക്കുള്ള ഒരു ചേഞ്ചിന്റെ കാലഘട്ടത്തിൽ ഒരു അസ്വസ്ഥത ശരീരത്തിനുണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ് എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അത് സഹിക്കുക. ഞങ്ങളുടെ ശരീരം ആരോഗ്യകരമായ നിദ്രാശീലത്തിൽ എത്തുന്നത് വരെ. ഒരിക്കൽ താൽക്കാലികമായ ഈ അവസ്ഥകളെ പിന്നിട്ട് കഴിഞ്ഞാൽ ഉറക്കത്തിന്റെ സ്വാഭാവികമായ താളാത്മകത നമ്മൾ വീണ്ടെടുക്കുന്നു. അത് തിരിച്ചു വരും. ശരീരത്തിലെ എല്ലാ അവയവങ്ങളും അവിടെ തന്നെ ഉണ്ട്. പക്ഷേ ആ അവയവങ്ങളിലേക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ പോകുന്നില്ല. ആ നിർദ്ദേശങ്ങൾ പോവാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അതൊക്കെ പൊട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇനി ഈ ഉറങ്ങുക എന്നുള്ള ഒരു നിർദ്ദേശം പോ നമ്മുടെ എന്താ പറയാ മെലാറ്റോണിന്റെ അവസ്ഥയ്ക്ക് എത്തണമെങ്കിൽ നമ്മുടെ ബോധ മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ടും കാര്യമില്ല. ഉപബോധ മനസ്സാണ് അതിന്റെ ഓർഡർ എടുത്തത്. അപ്പൊ അതിന് ഓർഡർ ഇരിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒരു കൃത്യസമയത്ത് പോയി കിടക്കുക. എന്നിട്ട് ബോധ മനസ്സുകൊണ്ട് ഉറങ്ങാനുള്ള ശ്രമം നടത്തും. ബോധ മനസ്സുകൊണ്ട്. അതാ ഞാൻ നേരത്തെ പറഞ്ഞ ധ്യാനമോ അല്ലെങ്കിൽ ശ്വസന വ്യായാമോ അതല്ലെങ്കിൽ ഹിപ്നോതെറാപ്പിയോ ഒക്കെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ ശരീരം ആരോഗ്യകരമായ നിദ്രാശീലത്തിൽ എത്തുന്നവരെ. ഒരിക്കൽ താൽക്കാലികമായ ഈ അവസ്ഥകളെ പിന്നിട്ട് കഴിഞ്ഞാൽ ഉറക്കത്തിന്റെ സ്വാഭാവികമായ താളാത്മകത നമ്മൾ വീണ്ടെടുക്കുന്നു. അതിനുവേണ്ടി കൊടുത്ത വില എത്ര ശ്രേഷ്ഠമെന്ന് അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുക. അന്നേരമാണ് മനസ്സിലാവുക അത് ശരിക്കും ഞാനെങ്ങാനും ഗുളിക കഴിച്ചു പോയിരുന്നെങ്കിൽ, ഞാനെങ്ങാനും അങ്ങനെ ചെയ്തു പോയിരുന്നെങ്കിൽ കുടുങ്ങുമായിരുന്നല്ലോ എന്നുള്ള ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാവും. കുടി നിർത്തിയതിന് ശേഷമുള്ള ഉറക്കത്തെ പറ്റി മറ്റൊരു കൗതുകരമായ വിശേഷം അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. നമ്മൾ മദ്യപാനം നിർത്തി വളരെ കഴിഞ്ഞു പോലും ചില പ്രഭാതങ്ങളിലോ അല്ലെങ്കിൽ രാത്രിയിലോ നമ്മൾ പലരും മദ്യപിച്ചതായി വ്യക്തവും സ്ഫുടവുമായ സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നേക്കാം. സ്വപ്നം എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. മദ്യപിച്ചു എന്ന അല്ലെങ്കിൽ മദ്യപിക്കുന്ന സ്വപ്നമോ അല്ലെങ്കിൽ മദ്യപിച്ചു പോയി എന്നുള്ള സ്വപ്നമോ കണ്ട് ചിലപ്പോൾ ഞെട്ടി ഉണർന്നേക്കാനും സാധ്യതയുണ്ട്. കാരണം ഈ നമ്മളുടെ ശരീരം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് നമ്മൾ ബോധ മനസ്സുകൊണ്ട് അല്ലെങ്കിൽ ഉബോധ മനസ്സുകൊണ്ട് കണ്ടെത്തിയ പരിഹാരമായിരുന്നു മദ്യപിക്കുക എന്നുള്ളത്. അപ്പൊ ആ ഉപബോധ മനസ്സ് മദ്യത്തെ കാത്തിരിക്കുന്നു. പക്ഷെ മദ്യം വരുന്നില്ല. ആ ബോധ മനസ്സ് അങ്ങോട്ട് ഉറങ്ങിക്കഴിഞ്ഞപ്പോ ഉപബോധ മനസ്സ് മദ്യത്തിന്റെ കാര്യം വീണ്ടും എടുത്തിടും. അപ്പൊ നമ്മൾ മയങ്ങി കഴിഞ്ഞിട്ടുണ്ടാവും. അവബോധ മനസ്സ് മദ്യത്തിന്റെ കാര്യം വീണ്ടും എടുത്തിടുമ്പോ അത് നമുക്ക് സ്വപ്നമായി ഫീൽ ചെയ്യും. ബോധ മനസ്സിലെ ചിന്തയാണ് സ്വപ്നം എന്ന് പറയുന്നത്. ഉറങ്ങുന്ന സമയത്ത് നടക്കും. ഉറങ്ങുന്ന സമയത്താണ് ഇത് ഉണ്ടാവുക. ചിലപ്പോ അത് പൂർണ്ണമായ നിദ്രയിൽ ആ സ്വപ്നം ഉണ്ടാവില്ല. ഒരു മയക്കത്തിലാണ് സാധാരണ സ്വപ്നം കാണുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും അത്തരം സ്വപ്നങ്ങൾ ഉണ്ടായിട്ടില്ല. എനിക്കും ഉണ്ടായിട്ടില്ല കേട്ടോ. ഞാനും മദ്യപിച്ചതായിട്ടോ അല്ലെങ്കിൽ മദ്യപിക്കാൻ പോകുന്നതായിട്ടോ ഒന്നും ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല. അങ്ങനെ സ്വപ്നം കണ്ടു എന്ന് ഒരുപാട് പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നിങ്ങളിലും പല ആൾക്കാരുണ്ടാവും. നിങ്ങളിൽ ആൾക്കാർ ഈ ഉറക്കം ഇല്ലാത്ത സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ള വിവരം ഇത് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറയാം. എന്നിട്ട് ഈ സ്വപ്നത്തില് കണ്ടിട്ട് അതിന് പിന്നെ ഭയങ്കര വ്യാഖ്യാനമൊക്കെ നടത്തും ആൾക്കാർ. ഞാൻ അങ്ങനെ കണ്ടു, ഇങ്ങനെ കണ്ടു, അതാണ്. സ്വപ്ന വ്യാഖ്യാന കലയുടെ ഒരു പരിപാടിയല്ല എയുടെ. എന്തുകൊണ്ടാണ് അങ്ങനെ ഞാൻ സ്വപ്നം കണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. സ്വപ്നം കാണാൻ കാരണം എന്താണ് സ്വപ്നം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സ്വപ്നം കാണാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അത്
ചിന്തയിലെ സ്വാധീനിക്കുന്ന രണ്ട് ഭാഗമാണ് നമ്മുടെ ബോധ മനസ്സുകൊണ്ട് ഉപബോധ മനസ്സുകൊണ്ട്. ഇത് രണ്ടും ചിന്തയെ സ്വാധീനിക്കും. ബോധ മനസ്സിൽ ചിന്തിക്കാം, ഉപബോധ മനസ്സിൽ ചിന്തിക്കാം. ആ ഉപബോധ മനസ്സിലുള്ള ഒരു ചിന്തയാണ് യഥാർത്ഥത്തിൽ സ്വപ്നം എന്ന്. അപ്പൊ അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഞാനങ്ങനെ കുടിച്ച സ്വപ്നം കണ്ടെങ്കിൽ എന്റെ കാര്യം പോക്കാണെന്നൊന്നുമില്ല, ഞാൻ കുടിക്കാൻ പോകുന്നു, അങ്ങനെയൊന്നുമില്ല. സ്വപ്ന വ്യാഖ്യാന കലയുടെ ഒരു പരിപാടിയല്ല ഇവിടെ. അതുകൊണ്ട് സ്വപ്നങ്ങളുടെ ഗൂഢമായ അർത്ഥങ്ങള്, അതിന് എന്തെങ്കിലും അർത്ഥം ആ സ്വപ്നങ്ങൾക്കുണ്ടെങ്കിൽ മനഃശാസ്ത്രജ്ഞനെ പോലെയോ സ്വപ്ന വ്യാഖ്യാതാക്കളെ പോലെയോ ഞങ്ങൾക്ക് ആവുന്നില്ല. അതിനെക്കുറിച്ച് ബോധേഡ് ആവേണ്ടതില്ല. ഞാൻ അങ്ങനെ ഒരു സ്വപ്നം കണ്ടു, എന്തായിരിക്കും അങ്ങനെയെന്ന് പറഞ്ഞ് ബേജാറാവേണ്ട കാര്യമൊന്നുമില്ല. സ്വപ്നം എന്തെല്ലാം കാര്യത്തെക്കുറിച്ച് സ്വപ്നം കാണുന്നു, അതുപോലെ സ്വപ്നം കണ്ടു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഞങ്ങൾക്ക് ഒരു കാര്യം പറയാൻ കഴിയും, അതായത് അത്തരം സ്വപ്നങ്ങൾ ഉണ്ടാകും, പക്ഷേ അതിൽ അത്യധികമായി അത്ഭുതപ്പെടാനൊന്നുമില്ല. ഒരു വ്യക്തി താൻ അമിതമായി മദ്യപിച്ചതായി കാണുന്നതാണ് സ്വപ്നങ്ങളിൽ ഏറ്റവും സാധാരണയായി. അങ്ങനെയൊക്കെ കാണാം. ഞാൻ പറഞ്ഞല്ലോ, ഉപബോധ മനസ്സ് എപ്പോഴും ഈ മദ്യത്തിന് വേണ്ടി ഓർഡർ ഇട്ടുകൊണ്ടേയിരിക്കും. എന്തൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, വിശക്കുമ്പോ, ക്ഷീണമായിരിക്കുമ്പോ, ഉറക്കം വരാതിരിക്കുമ്പോ, അതുപോലെ ഒറ്റപ്പെട്ടിരിക്കുമ്പോ, ഇതെല്ലാം ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഒരു മദ്യത്തെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ആ ഓർമ്മപ്പെടുത്തൽ ഉപബോധ മനസ്സിൽ അവിടെ ഉള്ളത് കൊണ്ട് നമ്മളൊന്ന് മയങ്ങി കഴിയുമ്പോഴും ഈ ഉപബോധ മനസ്സിനും ഉറക്കമില്ലല്ലോ. 24 അവേഴ്സ് ഉണർന്നിരിക്കുന്ന ഒരു മനസ്സാണ് ഉപബോധ മനസ്സ്. ബോധ മനസ്സ് മാത്രമാണ് ഉറങ്ങിപ്പോകുന്നത്. അതുകൊണ്ട് ബോധ മനസ്സിൽ ഈ കാര്യം മദ്യത്തെ കുറിച്ചുള്ള ചിന്ത വരും. അത് അയാളെ ഭീതിപ്പെടുത്തുന്നു. അതേസമയം താൻ എപ്പോഴാണ് കുടിച്ചതെന്ന് ഓർക്കാനും കഴിയുന്നില്ല. ആ സമയത്ത് നമ്മൾ തണുത്തും വിറച്ചും അമിത മദ്യപാനത്തിന് ശേഷം ലഹരി വിടുമ്പോഴുള്ള എല്ലാ അസ്വസ്ഥതകളോടും കൂടി ഉണരുന്നു. ഇത് സംഭവിക്കുമ്പോൾ നമ്മൾ ഒരു തുള്ളി മദ്യമെങ്കിലും കഴിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞിരിക്കും. അതൊരു ദുസ്വപ്നം മാത്രമായിരുന്നു. അവ പൊടുന്നനെയാവും പ്രത്യക്ഷപ്പെടുക. നമ്മൾ മദ്യപാനം നിർത്തി വളരെ കഴിഞ്ഞ് ഈ സ്വപ്നം കാണാനുള്ള സാധ്യതയുണ്ട്. അത് വലിയ കാര്യമാക്കാനില്ല. കാരണം എത്രയോ കാലമായി നമ്മുടെ ഉപബോധ മനസ്സ് നമ്മളെ കുടിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. ആ ഉപബോധ മനസ്സ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കുടിയുടെ കാര്യം ഉപബോധ മനസ്സ് മാറ്റിയിട്ടില്ല എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അല്ലാതെ ഞാൻ എന്തുകൊണ്ട് ഈ മദ്യത്തെ കുറിച്ച് പിന്നെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞിട്ട് ബേജാറാവേണ്ടതില്ല. അത് മാറും, മാറിപ്പോകും. ബോധ മനസ്സിൽ റീസെറ്റിംഗ് വരണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ കുറെ സമയമെടുക്കും. ചിലതൊക്കെ ഒരു 10-21 ദിവസം കൊണ്ടൊക്കെ മാറുമെങ്കിലും ചിലത് അങ്ങനെ അങ്ങോട്ട് മാറില്ല. അത് അവിടെ നിൽക്കും. ഏറ്റവും എന്താ പറയാ, പെയിൻഫുൾ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഏറ്റവും ഫീൽ ചെയ്ത സംഗതികളൊക്കെ ആണെങ്കിൽ അത് ആ ഉപബോധ മനസ്സിൽ അത് അങ്ങനെ കിടക്കും. സ്വപ്നത്തിലാണെങ്കിലും മദ്യപിക്കുക എന്ന ചിന്ത നമ്മളിലൂടെ കടന്നു പോകുമ്പോൾ അനുഭവപ്പെടുന്ന ഞെട്ടലും ധാരണാവസ്ഥയും മിക്കവാറും ഒരു നല്ല കാര്യമാണ്. അതിനെ പോസിറ്റീവായിട്ട് എടുക്കാം. എന്തുകൊണ്ട്? മദ്യപാനം നന്നല്ല എന്ന ആശയം നമ്മളുടെ അസ്ഥികളിൽ പോലും ആഴ്ന്നിറങ്ങിയതിന്റെ ലക്ഷണമാകാം അത്തരം സ്വപ്നങ്ങൾ എന്ന് നമ്മൾ അങ്ങനെ ചിന്തിക്കാം. നമ്മുടെ മദ്യപാനത്തെ കുറിച്ചുള്ള ഒരു നെഗറ്റീവാണ് ആ സ്വപ്നം. മദ്യപിക്കാൻ പാടില്ല എന്ന് എന്നെ ഓർമ്മിപ്പിച്ചതാണ് സ്വപ്നത്തിൽ കൂടെ എന്ന് അങ്ങനെ ഒന്ന് വിചാരിച്ചു നോക്കിയാലോ. അപ്പൊ പിന്നെ അതൊരു പ്രശ്നമല്ല. ഞാൻ പിന്നെ എന്താ അങ്ങനെ സ്വപ്നം കണ്ടുപോയത്, ദൈവമേ ഞാൻ കുടിച്ചു പോവോ എന്ന് വിചാരിച്ച് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. സ്വപ്നം കാണുന്നതും സുബോധത്തെ പറ്റി ആണ് നല്ലത്. സുബോധത്തോടെയുള്ള ഉറക്കത്തിന്റെ മനോഹാരിത അത് കൈവന്നാൽ മദ്യത്തിന്റെ ലഹരി വിടുമ്പോഴുള്ള കഠിനമായ തലവേദനയോ മനം പുരട്ടലോ ഇല്ലാതെ കഴിഞ്ഞ രാത്രിയിലെ ബ്ലാക്ക് ഔട്ടിൽ എന്തൊക്കെ കാട്ടിക്കൂട്ടിയെന്ന ഭയം കൂടാതെ ഉണരുമ്പോഴുള്ള കലർപ്പില്ലാത്ത ആഹ്ലാദമാണ്. സുബോധത്തോടു കൂടി അങ്ങോട്ട് ഉറങ്ങിക്കഴിയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾക്കാണ് പരിഹാരം ഉണ്ടാവുന്നത്. ക്ഷീണത്തിന്റെ പരിഹാരം ഉണ്ടാവും, ക്ഷീണം. അതുപോലെ നമ്മളുടെ ദഹനത്തിന് അത് പരിഹാരം ഉണ്ടാവും. അതുപോലെ എന്താ പറയാ, നമ്മുടെ എല്ലാ അവയവ പ്രവർത്തനങ്ങൾക്കും റെസ്റ്റ് കിട്ടുന്നുണ്ട്, എല്ലാത്തിനും വിശ്രമം കിട്ടുന്നു.
അതായത് നല്ല വിശ്രമമാണ് ഉറക്കമെന്ന്. അതുകൊണ്ട് നമുക്ക് തലവേദന, ഉറക്കം വന്നില്ലെങ്കിൽ തലവേദന ഉണ്ടാവും, അസ്വസ്ഥത ഉണ്ടാവും. അപ്പൊ തലവേദന, മനം പുരട്ടലോ ഒന്നും ഇല്ലാതെ രാത്രിയിലെ ബ്ലാക്ക് ഔട്ടിൽ എന്തൊക്കെ കാട്ടിക്കൂട്ടി എന്ന ബ്ലാക്ക് ഔട്ട് മദ്യപിച്ച് കിടന്നിട്ട് മയങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് നേരം വെളുത്ത് കഴിയുമ്പോൾ നമ്മൾ ആകെ ഭയത്തോടു കൂടിയാണ് ഉണരുക. ഇന്നലെ എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്, അതൊന്നും ഇല്ലാതെ ഉണരാൻ കഴിയും എന്നുള്ള, ഉണരുമ്പോഴുള്ള കലർപ്പില്ലാത്ത ആഹ്ലാദം, ഉന്മേഷവും പ്രതീക്ഷയും നന്ദിയും സ്ഫുരിക്കുന്ന ഹൃദയവുമായി പുതിയൊരു പ്രഭാതത്തെ വരവേൽക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. നല്ലൊരു പ്രഭാതത്തെ നമുക്ക് വരവേൽക്കുമ്പോൾ സന്തോഷത്തോടു കൂടി ഇരിക്കാൻ നമുക്ക് സാധിക്കുന്നു. നല്ല ഉറക്കം കിട്ടട്ടെ. അതുകൊണ്ട് ധാരാളം കുറച്ചു നേരമൊക്കെ വിശ്രമിക്കുക, നല്ല സിനിമകൾ കാണുക, നല്ല വർത്തമാനം പറയുക, നന്നായി ഉറങ്ങുക, നല്ല വ്യായാമം ചെയ്യുക, നല്ല വിശ്രമം എടുക്കുക. അതുപോലെ തന്നെ യോഗ, മെഡിറ്റേഷൻ പോലുള്ള സാധനങ്ങൾ ചെയ്യുക, നല്ല പുസ്തകങ്ങൾ വായിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് ഒരു സാധാരണ ജീവിതത്തിലേക്ക് നമ്മളുടെ ശരീരത്തെയും കൂടെ കൊണ്ടുവരണം. ശരീരം, മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ശരീരം മദ്യപാനത്തിന് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അയാൾക്ക് നിശ്ചിത സമയമാകുമ്പോൾ അയാളുടെ ശരീരത്തിലേക്ക് മദ്യം ചെലുത്തിയിരിക്കണം. ഇല്ലെങ്കിൽ അയാളുടെ ശരീരം അസ്വസ്ഥത പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ മദ്യം ചെലുത്താതെ വന്നു കഴിഞ്ഞാൽ, മദ്യമില്ലാത്തൊരവസ്ഥയിൽ അയാൾ ഉഷാറായി നിൽക്കണമെങ്കിൽ ആ ഉണ്ടാവുന്ന ഗ്യാപ്പിനെ നന്നായി ഫില്ല് ചെയ്യണം. ആ ഫില്ല് ചെയ്യാനുള്ള ചില തന്ത്രങ്ങളാണ് പറഞ്ഞത്. നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ ചേർത്ത് ഇത് വീണ്ടും നല്ല ചർച്ചയിൽ കൊണ്ടുവരാം. എല്ലാവർക്കും നല്ല വിശ്രമം പ്രധാനപ്പെട്ടതാണ്. ഈ കഠിനാധ്വാനം എല്ലായിടത്തും പറയുന്നുണ്ടല്ലോ. ഈ ഹാൾട്ടിന്റെ കാര്യം എല്ലാവർക്കും അറിയാം. HALT, വിശന്നിരിക്കാൻ പാടില്ല, ദേഷ്യം പിടിക്കാൻ പാടില്ല, ഒറ്റയ്ക്ക് ഇരിക്കാൻ പാടില്ല, ടയേർഡ് ആവാൻ പാടില്ല എന്ന് 4 പറയുന്നത് T ആണ്. ഹാൾട്ടിലെ T ആണ് ക്ഷീണാവസ്ഥ. അപ്പൊ ക്ഷീണാവസ്ഥ ഒന്നും ഇല്ലാതെ നോർമൽ ആയിട്ട് വരണം. അതായത് ആ കാലത്ത് അധികം നേരം നമ്മൾ അധ്വാനിച്ച് ക്ഷീണാവസ്ഥയിലേക്ക് പോവാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. എല്ലാവർക്കും സുബോധത്തിന്റെ സന്തോഷത്തിന് നല്ല നാളുകൾ ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു. താങ്ക് യു വിജയമാഷെ. രാജേഷ് ചേട്ടാ, രാജേഷ് ചേട്ടന് ഫോണെല്ലാം വന്നായിരിക്കും. എന്തായാലും നമ്മള് ഇപ്പൊ വിജയമാഷ് സംസാരിച്ച വിജയമാഷോട് നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം വിജയമാഷ് പറഞ്ഞ കാര്യങ്ങള് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലൂടെ ഒത്തിരി കടന്നു പോയിട്ടുണ്ടാവും. എന്തായാലും നിങ്ങൾക്ക് പെട്ടെന്നുണ്ടെങ്കിലും സാഹചര്യമുള്ളവര് മനസ്സിൽ വന്ന കാര്യങ്ങള് ഒന്ന് ഷെയർ ചെയ്യുക. അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇതിലെന്തെങ്കിലും ഒരു വ്യക്തത വരാത്തുണ്ടെങ്കിൽ മാഷോട് ഇപ്പൊ ചോദിക്കാവുന്നതാണ്. മാഷെ, എന്റെ പേര് അഖിലേഷ്. മാഷോട് ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. പക്ഷെ നമ്മൾ ഈ സോബറിറ്റിയിലേക്ക് വന്നിട്ട് ഒരു 1-2 വർഷത്തിനകമൊന്നും വലിയ ചുമതലകളുള്ള വലിയ ജോലികളൊന്നും ഏറ്റെടുക്കരുത്. കോർഡിനേഷൻ, അങ്ങനെയൊക്കെയുള്ള ഒരു ബ്രാഞ്ച് ഹെഡ്, അങ്ങനെ ആളുകളെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യുന്ന വലിയ ഉത്തരവാദിത്തമുള്ള ജോലികൾ ഏറ്റെടുക്കരുത് എന്ന് പഴമക്കാരൊക്കെ പറയുന്ന കേൾക്കാം. എന്താണ് ഇതിന്റെ ഒരു ശാസ്ത്രീയ വശം? അത് എല്ലാവരെ സംബന്ധിച്ചിടത്തോളം അത് അത്ര വലിയ കാര്യമുള്ള കാര്യമല്ല. എല്ലാവർക്കും അത് പ്രശ്നമല്ല. അതായത് ഈ ടെൻഷൻ താങ്ങാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. സ്ട്രെസ്, അതായത് അയാളെ കുടിയിലേക്ക് നയിക്കുന്ന ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ട്രെസ്സാന്ന് വിചാരിച്ചു. അങ്ങനെ സ്ട്രെസ് ഉള്ള ഒരാൾക്ക് പെട്ടെന്ന് അയാളൊരു ആ സ്ട്രെസ് വരുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങളാണ് ഏറ്റെടുക്കുന്നതെങ്കിൽ അത് കുടിയിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അവരോട് അത് ഏറ്റെടുക്കരുതെന്ന് പറഞ്ഞത്. എന്നാൽ അയാൾക്ക് സ്ട്രെസ് അല്ല ഘടകം, അയാൾ കുടിയിലേക്ക് നയിക്കാനുള്ള ഒരു പ്രധാന ഘടകം സ്ട്രെസ് അല്ലാത്ത ഒരാളാണെങ്കിൽ അതൊരു വലിയൊരു സംഭവമേ അല്ല. അയാൾക്ക് വന്ന് കുടിയൊക്കെ നിർത്തി 2 മാസമൊക്കെ കഴിഞ്ഞ് അയാളുടെ ആരോഗ്യമൊക്കെ ഒന്നൊരു നോർമലായി കഴിഞ്ഞാൽ അയാൾക്ക് ഏത് പണിയും ഏറ്റെടുക്കുന്നതിന് ഒരു പ്രശ്നമില്ല. അത് കോമൺ ആയിട്ട് എല്ലാവർക്കും ഉള്ള ഒരു നിർദ്ദേശമല്ല. പക്ഷേ ഇത്തരം ആൾക്കാർക്ക്
അതായത് ചെറിയ ഒരു പ്രശ്നത്തെ പോലും താങ്ങാനുള്ള മനഃശക്തി ഇല്ലാത്ത ആൾക്കാർക്കാണ് അവർക്ക് ഒരു മനഃശക്തി കിട്ടുന്നത് വരെ അയാള് റിസ്ക് ഉള്ള പണി ഏറ്റെടുക്കാൻ പാടില്ല. അതാണ്. അപ്പൊ അത് ഓരോരുത്തർക്കും ഓരോ ടൈപ്പാണ്. അത് ശരിക്കും ചികിത്സാ കേന്ദ്രത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഡോക്ടർമാർ അത് പറയും. അവര് നല്ല കൗൺസിലിംഗ് ഒക്കെ നടക്കുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും ഇയാളുടെ മനസ്സിന്റെ പവർ എന്താണെന്ന്. എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടത്തില് മനസ്സിന്റെ പവർ അല്പം കുറവായിരുന്നു. അങ്ങനെയുള്ളവർക്ക് വലിയ റിസ്ക് ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞ് ഒരു മനഃശക്തി കിട്ടിയ ശേഷം ആണെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. അത് ഓരോരുത്തർക്കും എന്താ പറയാ, ഇപ്പോഴും ഈ ചില ആൾക്കാരുണ്ട് 2 വർഷവും 3 വർഷവും 4 വർഷവും ഒക്കെ കഴിഞ്ഞ ആൾക്കാർ പോലും ഒരു റിസ്ക് പരിപാടി ഏറ്റെടുക്കാത്ത ആൾക്കാരുണ്ട്. കാരണം റിസ്ക് ഏറ്റെടുക്കാൻ അവർക്ക് ധൈര്യം വരുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ടെൻഷൻ ആവുന്നു. അങ്ങനെ ടെൻഷൻ വന്നു കഴിയുമ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, കുടിക്കേണ്ടി വരും. പക്ഷെ ഒരു മാസം കഴിഞ്ഞിട്ട് ഈ റിസ്ക് എടുക്കുന്ന, ഒരു മാസം കഴിയുമ്പോൾ തന്നെ റിസ്ക് എടുക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു ഡോക്ടർ. മാഷെ, പിന്നെ എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്. ആ. ഞാന് വർഷങ്ങളോളമായി, ഏകദേശം 10-22 വർഷമായി എഐക്കകത്ത്. പക്ഷേ മാഷ് പറയുന്ന പോലെ ഒരു മെന്റലി സ്ട്രെസ് ആയിട്ടൊരു മനുഷ്യനാണ് ഞാൻ. അപ്പം ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഇതായി പോകുന്നു, വിഷമമായി പോകുന്നു പല കാര്യങ്ങളും. അപ്പം അങ്ങനെയുള്ള ഞാൻ എൻ്റെ ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് എന്നെക്കാളും ഒരു 7-8 വയസ്സിന് മൂപ്പുള്ള ഒരു ചേട്ടൻ. പുള്ളിയുടെ ജീവിതകാലം മൊത്തം പുള്ളി സഹായിച്ചു, പുള്ളിയെ രക്ഷപ്പെടുത്തി, പുള്ളിയുടെ മക്കളെ രക്ഷപ്പെടുത്തി. ഞാൻ ഡൽഹിയിലാണ് ഇപ്പോഴ്. ഞാൻ 38 വർഷമായിട്ട് ഞാൻ ജോലി ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്ത് വീടെല്ലാം കൊണ്ടുവന്നു. പക്ഷേ ഇന്ന് ഇപ്പം ഞാൻ കൊടുത്തതായിട്ടോ ഞാൻ ചെയ്തതായിട്ടോ ഒന്നും പ്രകടിപ്പിക്കുന്നില്ല. നമ്മൾ ചെയ്ത ഉപകാരങ്ങൾക്ക് അപ്പുറമായിട്ട് പുള്ളി നീ എന്ത് ചെയ്തു, നിന്നെ കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു, പ്രയാസമായിരുന്നു, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഇറിറ്റേറ്റിംഗ് രീതിയിലുള്ള സംസാരങ്ങളാണ് പുള്ളി. ഞാൻ എത്രമാത്രം സഹോദര ബന്ധം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ അത്രയും പുള്ളി നമ്മളിൽ നിന്ന് അകന്നു പോകാനും എന്നെ ഒഴിവാക്കാനും ഞാൻ ഒന്നുമല്ല എന്ന് കാണിക്കാനും സമൂഹത്തിന് മുമ്പിൽ നമ്മളെ താറടിക്കാനുള്ള ശ്രമത്തിലാണ് എൻ്റെ സ്വന്തം ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ പുള്ളിയെ അവോയ്ഡ് ചെയ്യുന്നതിൽ പ്രശ്നമുണ്ടോ മാഷെ? ഒരു പ്രശ്നമില്ല. നമുക്ക് ഇപ്പോ എത്ര കാലം അജോ ചേട്ടൻ പറഞ്ഞ 22 വർഷം അല്ലേ? എത്ര? 22 വർഷമായി. നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് സുബോധാവസ്ഥയാണ്, മദ്യരഹിതമായ സുബോധാവസ്ഥയാണ്. അപ്പൊ അതിന് തടസ്സമായി നിൽക്കുന്നത് എന്തുണ്ടെങ്കിലും നമുക്ക് ഒഴിവാക്കണമെന്നാണ് പറഞ്ഞത്. കാരണം ഇദ്ദേഹത്തെ നമുക്ക് നന്നാക്കാൻ പറ്റില്ല. ചേട്ടനല്ലേ? ചേട്ടനെ ആകുമ്പോ എനിക്ക് തോന്നുന്നു 16 വയസ്സിന് മുകളിലുണ്ടാവും അല്ലേ? ഉണ്ട്, 65 വയസ്സുണ്ട്. 65 വയസ്സ്. 60 വയസ്സിന് മുകളിലേക്ക് ആയി കഴിഞ്ഞാലുള്ള ഒരു ഏറ്റവും വലിയ പ്രശ്നം, അയാളുടെ മൈൻഡിനെ ഒരു ഏതെങ്കിലും തരത്തിലെ ഒരു ചേഞ്ച് വരുത്താൻ തൽക്കാലം അസാധ്യമാണെന്നുള്ളതാണ്. ഭഗീരഥ പ്രയത്നമാണ്. അല്ലെങ്കിൽ അത്ര മാരകമായ എന്തെങ്കിലും ഒരു റിയാക്ഷൻ ഉണ്ടായില്ലെങ്കിൽ അയാളുടെ മൈൻഡിനെ മാറ്റൂല. ഈ ഒരു മനസ്ഥിതിയുള്ള ഒരാള് ഇപ്പൊ പ്രായമാകുമ്പോൾ തോറും സംഭവിക്കുന്ന ഒരു കാര്യം, നമുക്കൊക്കെ സംഭവിക്കുന്ന കാര്യം കേട്ടോ. കുറച്ചും കൂടെ പ്രായമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ മനസ്സിലുള്ള ഒരിക്കലും അയാൾ അരക്കിട്ടം കൂടെ ഉറപ്പിക്കുക ചെയ്യും. അതുകൊണ്ടാണ് ഈ പ്രായമായ ആൾക്കാര് എന്താ പറയാ, അതിനു മുമ്പേ തന്നെ ഒരു നല്ല മനസ്സല്ലാത്ത ആൾക്കാര് പ്രായമാകുമ്പോൾ ഭയങ്കര കടുംപിടുത്തവും വാശിക്കാരായി മാറുന്നു. അവർക്ക് അത് മാറ്റാൻ കഴിയേയില്ല. എന്തെല്ലാം പ്രതിബന്ധങ്ങളുണ്ട്. ഒരാള് നോക്കാനില്ലെങ്കിൽ അവരാ വാശി വിടൂല. വാശി വിടാത്ത ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടാ. ഇനി അവരെ അത് മാറ്റാൻ കഴിയില്ല. അപ്പൊ നമ്മുടെ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ ഭാഗം കൂടെ എടുത്താൽ മതി. മാറ്റുവാൻ പറ്റാത്തവയെ സ്വീകരിക്കുക, അതിനെ നമ്മൾ ഉൾക്കൊള്ളുക, എന്നിട്ട് അയാളെ അങ്ങോട്ട് മാറ്റി വെച്ചേക്കുക. അയാൾ എന്താന്ന് വെച്ചാൽ പറഞ്ഞോട്ടെ, അയാൾ പറയാനുള്ളത് മുഴുവൻ പറഞ്ഞോട്ടെ. നമ്മളിനി ചെയ്യാനുള്ള കാര്യം നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളുടെ മനസമാധാനമാണ് പ്രശ്നം. അയാൾക്കാണ് മനസമാധാനം കേടുണ്ടാവുന്നത്. അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അയാൾ അങ്ങനെ പറഞ്ഞു എന്ന് വെച്ചിട്ട് നമ്മൾ അത് ഏറ്റെടുക്കരുത്. അത് അയാള് ശരിക്കും എഴുതി വിടുന്ന ഒരു അമ്പാണ്. അത് നമ്മളിൽ കൊള്ളണോ കൊള്ളണ്ടോ എന്ന് നമ്മളെ തീരുമാനിക്കണേ. നമ്മളത് കൊള്ളാണ്ടിരുന്ന പേര് നമ്മളങ്ങ് ഒഴിഞ്ഞു മാറിയേക്ക. അയാൾ എഴുതോട്ടെ, അയാളെ എഴുതരുത് എന്ന് അയാൾ
പക്ഷെ മാഷെ ഞാനേ ഒരു എനിക്കിപ്പം 59 വയസ്സാവുന്നു, പുള്ളിക്ക് 65 വയസ്സാവുന്നു. പക്ഷെ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വീടുണ്ട്. ഞാൻ ഡൽഹിയിലാണ്. അപ്പം ഇത് നമ്മളൊരു സമൂഹത്തിൽ താമസിക്കുമ്പോൾ ഈ ബന്ധങ്ങൾക്ക് ഒരു വില കൊടുക്കുന്നതിന്റെ പേരിലാണ് ഞാൻ വീണ്ടും വീണ്ടും പുള്ളിയായിട്ട് ഫോൺ ചെയ്യുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ആ ഫോണിങ് നമുക്കൊരു അരോചകമായിട്ട് മാറുകയാണ്. കാര്യം നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുകയാണ്. നമുക്ക് സഹിക്കാൻ വയ്യാത്ത കാര്യം. അവനറിയാം എന്റെ മൈൻഡ് എന്താണെന്നുള്ള കാര്യം. അപ്പൊ എന്നെ ആ രീതിയിലേക്ക് ഡിപ്രസ് ചെയ്യുന്ന സംസാരങ്ങളാണ് ഈ വർഷങ്ങളോളം വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ വീണ്ടും 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 മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും ആഗ്രഹിക്കുന്നു. ഇതാണ് എനിക്ക് എന്റെ പ്രശ്നങ്ങൾ. നല്ല ഒരു കാര്യമാണ് പറഞ്ഞത്. 68 വയസ്സായിട്ടുള്ള എന്റെ ഒരു ജ്യേഷ്ഠൻ, എനിക്ക് 60 വയസ്സായി. ഇതേ കേസാണ് മൂപ്പർക്ക് വേണ്ടി ഞാൻ ചെയ്തത്രയും മൂപ്പർക്ക് ആരും ചെയ്തിട്ടില്ല. ഞങ്ങൾ 6 സഹോദരന്മാരുണ്ട്, ആരും ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷെ മൂപ്പര് ഈ കഴിഞ്ഞ ഒരു 2 വർഷം മുമ്പ് എന്നെ വിളിച്ച് പറഞ്ഞത്, നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. കുറെ കാര്യങ്ങൾ പറഞ്ഞു. അന്ന് ഞാൻ മൂപ്പരുടെ ഫോണ് എന്ത് ചെയ്തു? ബ്ലോക്ക് ചെയ്തു. അതങ്ങ് ബ്ലോക്ക് ചെയ്തു. അത് അവിടെ നിൽക്കട്ടെ എന്ന് വെച്ചു. കാരണം അങ്ങനെ കേൾക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട്. ഞാൻ ഡയറക്റ്റാ പറഞ്ഞേ, എനിക്കത് കേൾക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും മനോഹരമായിട്ട് ചെയ്യാനുള്ളതൊക്കെ ചെയ്താണ്. മൂപ്പര് എന്തോ ഒരു കാര്യം ഇങ്ങോട്ട് ചെയ്തു എന്നും പറഞ്ഞിട്ടാണ് അത് ചെയ്തു. എന്നിട്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞ ഒന്നും മൂപ്പര് കേൾക്കാനും നിന്നില്ല, ഞാൻ പറയാനും നിന്നില്ല. ഓ അങ്ങനെയാണല്ലേ എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞ് പിന്നെയും മൂപ്പര് വിളിച്ചപ്പോ ഞാനത് കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് ഇതടിച്ചു, ബ്ലോക്ക് ചെയ്തു. അപ്പൊ ആ ഏട്ടൻ ഈ ഇടയ്ക്കൊക്കെ എന്റെ വീടിന്റെ അടുത്തോടൊക്കെ വരും, എന്റെ വീട്ടിൽ വരൂല. ആകെ പൊക്കട്ടെ വെച്ചു. നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. എന്താ, നമുക്ക് അസ്വസ്ഥ ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് 2-3 ദിവസം വലിയ അസ്വസ്ഥയായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചു, എന്തിനാണ് ഞാനിങ്ങനെ അസ്വസ്ഥപ്പെട്ട് കിടക്കുന്നത്? മൂപ്പരുടെ കാര്യം നോക്കട്ടെ, ഞാൻ എന്റെ കാര്യം നോക്കുന്നത്. ആ ബന്ധം കൊണ്ട് എനിക്ക് ഗുണമല്ല ഉണ്ടാവുന്നത്, ദോഷമാണ് ഉണ്ടാവുന്നുള്ളത് കൊണ്ട് ഞാൻ തൽക്കാലം ഇനി എന്നെങ്കിലും കാലത്ത് മൂപ്പർക്ക് ഒരു ബോധം ഉദിച്ച് എന്റെ അടുത്ത് വരികയാണെങ്കിൽ ആ ബന്ധം തുടരാം. അല്ലാണ്ട് ഞാനായിട്ട് ഞാൻ അങ്ങോട്ട് പോകില്ല. കാരണം മൂപ്പർ ആ മൈൻഡ് സെറ്റ് മാറാനുള്ള യാതൊരു സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനത്തെ ചില ആൾക്കാരിന് മൂപ്പർക്ക് 68 വയസ്സായി. പക്ഷെ മൂപ്പരോട് ബന്ധം തുടരുകയാണെങ്കിൽ ഞാൻ അസ്വസ്ഥനായിക്കൊണ്ടേയിരിക്കും. കാരണം മൂപ്പർ അങ്ങനത്തെ ഡയലോഗേ പറയൂ. നിങ്ങൾ പറഞ്ഞ അതേ അവസ്ഥ എനിക്കുണ്ട്. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ മാനേജ് ചെയ്തത്. ഞാൻ ആ ഫോൺ തന്നെ ഞാൻ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. അവിടെ കുറെ സംഭവം. ഇപ്പൊ ഉള്ള സംഭവം വെച്ചാൽ ഇപ്പൊ മൂപ്പരെ 2 മക്കള് ഷിപ്പ് യാർഡിലാണ്, നല്ല നിലയിലാണ്. ഷിപ്പ് യാർഡിന്റെ മാനേജറൊക്കെയാണ്. ആ 2 മക്കളും തറവാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്ത വീട്ടില് 2 മക്കളോട് വന്നിട്ട് അവര് പോവുകയും ചെയ്തു. നമുക്കിപ്പോ എന്താ, മക്കൾ 2 പേരും വന്നു പോയി. ഇവിടേക്ക് വന്നിട്ടില്ല. ഇതേ അനുഭവം എനിക്ക് മുമ്പ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പിള്ളേർ എന്റെ മുന്നിൽ വെച്ചാലും ഉണ്ടായ ചേട്ടന്റെ പിള്ളേര്, ഞാൻ വളർത്തിക്കൊണ്ടുവന്ന പിള്ളേര് മാഷ പറഞ്ഞതുപോലെ അവരിന്ന് കുവൈറ്റിലും ദുബൈയിലുമായിട്ട് താമസിക്കുന്നുണ്ട്. രണ്ടുപേരും കല്യാണം കഴിഞ്ഞ് അവിടെ തന്നെ സെറ്റിലാണ് ദുബൈയിൽ. പുള്ളിക്ക് ഇപ്പൊ നല്ല രീതിയിൽ സെറ്റായി, പൈസയായി. അപ്പൊ ആ ഒരു രീതിയിലുള്ള പോക്ക് പുള്ളി പോകുന്നു. ഈ പിള്ളേർ വന്നിട്ട് മാഷ പറഞ്ഞതുപോലെ പിള്ളേർ വന്നിട്ട് നമ്മുടെ വീട്ടിൽ വരാറില്ല. കാര്യം നമ്മൾ വളർത്തിവിട്ട പിള്ളേര്. അപ്പൊ നമുക്കുണ്ടാകുന്ന അനുഭവം വളരെ എനിക്ക് വളരെ ദുഃഖപരമായിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് മനസ്സിൽ തോന്നിയത്. വിട്ടേക്കത് വിട്ടേക്കെന്ന് പറഞ്ഞാൽ ഇതേ കേസ് തന്നെ. ഈ 2 കുട്ടികളും പഠിക്കണ സമയത്ത് അവര് ഒരു 10 കിലോമീറ്റർ അപ്പുറം രാത്രി 2 മണിക്കും 3 മണിക്കും വന്ന് ബസ് ഇറങ്ങുമ്പോ ഈ ഏട്ടന് വണ്ടിയില്ല. ഞാൻ പോയി വണ്ടിയിലായിരുന്നു ഇവരെയൊക്കെ കൂട്ടിക്കൊണ്ട് വന്നു വിടുന്നത് പഠിക്കണ സമയത്ത്. പഠിത്തമൊക്കെ കഴിഞ്ഞ് ഇവർക്ക് നല്ല നിലയിൽ ജോലി കിട്ടി കഴിഞ്ഞപ്പോ അവർക്ക് ഈ ചേട്ടൻ എന്റെ കുറ്റങ്ങൾ കാണാൻ തുടങ്ങി. അപ്പൊ ഞാൻ വിട്ട്. അത് നമ്മള് തിരിച്ചൊന്നും പ്രതീക്ഷിച്ചല്ല ഉപകാരം ചെയ്തത് എന്ന് ഞാൻ അങ്ങോട്ട് സ്വയം എന്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. തിരിച്ചിങ്ങോട്ടൊന്നും ഞാൻ തൽക്കാലം പ്രതീക്ഷിക്കുന്നുമില്ല. ഇനി ഏതെങ്കിലും കാലത്ത് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ബന്ധം തുടരുക. അല്ലാണ്ട് ഞാൻ ബന്ധം തുടരാൻ പോയി കഴിഞ്ഞാൽ അവര് ഇപ്പോ ഉള്ള മനസ്ഥിതി മാറ്റാനുള്ള സാധ്യതയും ഇല്ല. വളരെ ശരിയാ, കറക്റ്റാണ്. അങ്ങോട്ടേക്കും അവിടെ എന്ത് ചെയ്തിട്ടവര്, നമ്മുടെ സുബോധമാണ് നമുക്ക് വലുത്. ഓക്കെ, നമുക്ക് മനസ്സമാനം കിടന്ന് ഉറങ്ങണം. പിന്നല്ലാതെ നമ്മുടെ സമാധാനം കളഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ ബന്ധം കൊണ്ടുനടന്നിട്ട് കാര്യമൊന്നുമില്ല. എന്ന് വെച്ചിട്ട് ഞാൻ ബന്ധം ഒഴിവാക്കാനല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. എന്നെങ്കിലും ഒരു അവസരം വരും. ആ അവസരം വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഈ പിണക്കമൊന്നും ഇല്ലാതെ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 100% നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് വാശി പിടിക്കാതെ തന്നെ
അങ്ങോട്ട് ഉം. പോകണമെന്നാണ് എന്റെ മനസ്സിലുള്ളത്. അത് തന്നെയാണ് നല്ലത് എനിക്ക് തോന്നുന്നു. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഞാൻ പറഞ്ഞ ഞാൻ സമൂഹത്തെ ഒരു ഭയക്കുന്ന ഒരു വ്യക്തി അതിന്റെ പേരിൽ അവൻ ഭയക്കുന്നു. അത് അങ്ങനെ ഭയന്ന ജീവിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. പക്ഷെ അതിന്റെ പേരിലാണ് ഇതെല്ലാം ഞാൻ പിന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ആ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് എനിക്ക് എന്റെ താഴ്ചയിലേക്കുള്ള പോക്കെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ആ ഉം. അത് ഈ ഒരു ബന്ധത്തിന്റെ മുകളിലാ, ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാ. അല്ല ഞാൻ ചേട്ടനില്ലയോ, അപ്പം അവ എന്നെ പറ്റിയുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ആ ഒരു രീതിയിൽ വലിയ നിങ്ങളായിട്ട് പോകാതിരുന്നു കഴിഞ്ഞാൽ പുള്ളി എന്നെ പറ്റിയുള്ള അനാവശ്യങ്ങൾ പറഞ്ഞു കൂട്ടുന്ന ഒരു കാറ്റഗറിയിലുള്ള മനുഷ്യനാണ്. അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ ആ റിലേഷൻഷിപ്പ് നല്ലോണം കീപ്പ് ചെയ്യാന്നുള്ള കണക്കുള്ളിൽ ഞാൻ അങ്ങോട്ട് ചെന്ന് ചാടും. അന്നേരം ഇങ്ങോട്ടുള്ള ഇറിറ്റേറ്റ് ഇങ്ങനെയുള്ള വാക്കുകൾ സംസാരിക്കും. ഓക്കെ ഇത് വേറൊരു സംഭവം ഇതിന്റെ കൂടെ നടക്കും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത്തരം ആൾക്കാർ ചെയ്യുന്ന പണി ബാക്കി നിങ്ങൾക്ക് വേറെ സഹോദരന്മാരില്ലേ? ഇല്ല, വേറെ ഒരാളുണ്ടായിരുന്നു, മരിച്ചുപോയി. ഇത് സഹോദരിമാരുണ്ട്. അവരോട് ഇത് തന്നെ സഹോദരിമാരുണ്ട്. അവരെ അടുത്ത് നമ്മളെ കുറിച്ച് ഒരുപാട് നെഗറ്റീവ്സ് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും ഇവര്. മൂപ്പരുടെ ഭാഗമാണ് ശരിയെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മൂപ്പര് ബാക്കിയുള്ളവരൊക്കെ വിളിച്ച് സാധനങ്ങളൊക്കെ പറയുകയും ചെയ്യും. അത് പറഞ്ഞോട്ടെ, പക്ഷെ ബാക്കിയുള്ളവർക്കൊക്കെ കുറച്ച് കഴിയുമ്പോൾ യാഥാർത്ഥ്യം ബോധ്യമാകുന്നതോടെ വരെ അല്ലാതെ നമ്മൾ വിശദീകരിക്കാൻ പോയിട്ട് ഒരു കാര്യമില്ല. തിരിച്ച് ഇവയാളെ കുറിച്ച് കുറ്റം പറയാൻ പോയിട്ടും കാര്യമില്ല. രണ്ടും നമുക്ക് തന്നെ ദോഷം ചെയ്യും. അത് മാത്രമല്ല ഒരു കാര്യമില്ല എന്നുള്ള ഒരു കാര്യമില്ല. അയാളെ കുറിച്ച് മോശം പറഞ്ഞിട്ടും കാര്യമില്ല, അയാളെ വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, പെങ്ങന്മാരെ അടുത്ത് പറഞ്ഞു കാര്യമില്ല, ഒന്നും കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ തൽക്കാലം നിശബ്ദനായി അവിടെ ഇട്ടേക്കുക. മൂപ്പര് ചെയ്യാൻ പറ്റുന്നിടത്തോളമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇവർക്കൊക്കെ ബോധ്യമാവും ആവശ്യമില്ലാതെ നമ്മളെ ബുദ്ധിമുട്ടിച്ചു എന്ന് ഒരു തിരിച്ചറിയുന്ന ഒരു കാലത്തിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. പക്ഷെ നമ്മളുടെ മനസ്സിൽ നല്ല ചിന്തയും നല്ല മനസ്സുമായിട്ട് നമ്മൾ പോവാ തെറ്റൊന്നുമില്ല എന്ന് നമുക്ക് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തേണ്ടതേ ഉള്ളൂ. ഞാൻ ചെയ്യുന്നതാ. ഞാൻ കഴിഞ്ഞ 20 വർഷമായി, ഞാൻ പേര് വന്നിട്ട് 20 വർഷമാവും. ഞാൻ 20 വർഷമായിട്ട് ഒരാളോട് ഞാൻ പിണങ്ങിയിട്ടില്ല, ഒരാളോട് ഞാൻ തെറി പറഞ്ഞിട്ടില്ല, ഒരാൾക്ക് ഒരു ദോഷം ചെയ്യുന്ന ഒരു പാര വെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് എനിക്ക് ഭയമില്ല. നമുക്ക് 2 ഹാൻഡ് റൈസ് ഉണ്ടേ. ഓക്കെ. താങ്ക് യു മാഷേ. അഖിലേഷ്. എന്റെ പേര് അഖിലേഷ് സാറേ. ഞാൻ ഒരു 10 ദിവസമായി മദ്യം നിർത്തിയിട്ട്. എനിക്ക് ഈ മദ്യം നിർത്തിയിട്ട് 2ാമത്തെ ദിവസം രാത്രിയാകുമ്പോ എന്ത് പറ്റി? ഈ ബ്ലാങ്കറ്റ് ഇങ്ങനെ ഇടയ്ക്ക് കട്ടായിപ്പോയി. ഒന്നുകൂടെ പറയൂ. കട്ടായി. ഹലോ, കേൾക്കുന്നില്ല. ഇപ്പൊ പറയൂ. ഇടയ്ക്ക് കട്ടാവുന്നുണ്ട്. അതാ മദ്യം നിർത്തിയിട്ട് 10 ദിവസത്തിൽ 2ാമത്തെ ദിവസം എനിക്ക് ഉറക്കത്തിൽ ഈ പൊതുക്കുന്ന ബ്ലാങ്കറ്റ് ഉണ്ടല്ലോ, ബ്ലാങ്കറ്റ് ഇങ്ങനെ പിടിച്ചു വലിക്കുന്നത് പോലെ, പിന്നെ എനിക്ക് എന്റെ കൈ ഇങ്ങനെ പിടിച്ചു വലിക്കുന്നത് പോലെ, എനിക്കപ്പോ അങ്ങനെ പിടിച്ചു വലിക്കുമ്പോൾ കണ്ണ് മാത്രം തുറക്കാൻ പറ്റുന്നു, എണിക്കാൻ പറ്റുന്നില്ല, ഞാൻ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ റൂംമേറ്റിനോട് ഞാൻ ചോദിക്കും രാവിലെ, ഞാൻ എന്റെ എന്തെങ്കിലും സംസാരം കേട്ടില്ല. അപ്പൊ അവര് പറയും എന്ത് സംസാരം ഒന്നും കേട്ടിട്ടില്ല. അപ്പൊ ഞാൻ സംസാരിക്കുന്നുണ്ട്, എന്നെ വീട്, ഞാൻ എന്ത് ചെയ്തിട്ടല്ലേ എന്നെ വീട്. അങ്ങനത്തെ പ്രശ്നം സാർ. അതെ, അത് ഒരു തരം ഇല്യൂഷൻ ആണ്. ചികിത്സക്കൊന്നും പോയില്ലല്ലോ? ഇല്ല സാർ, ഇല്ല. അത് ചികിത്സക്ക് പോയായിരുന്നെങ്കിൽ അത് ഈ പറഞ്ഞില്ലേ, ഇപ്പൊ 10 ദിവസമല്ലേ ആയുള്ളൂ, അതൊരു 2-3 ദിവസം കൂടെ ഒക്കെ ഉണ്ടാവും. ഒരു 15 ദിവസം വരെ ഉള്ള ശാരീരിക അസ്വസ്ഥതകളുടെ ഒരു പ്രകടനമാണിത്. ചികിത്സക്ക് പോയതെങ്കിൽ എന്തെങ്കിലും വൈറ്റമിൻസ് ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ചാൽ ഇത് കുറച്ചും കൂടി നേരത്തെ ശരിയാവുമായിരുന്നു. അല്ലാതെയും ശരിയാവും. അതല്ലാതെ ശരിയാവാനുള്ള നോർമലി ശരിയാവാൻ ഒരു 2-3 ദിവസം കൂടെ ഒക്കെ, ഒരു 15 ദിവസം വരെയൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യാം. എന്നിട്ടും ഈ ഒരു സിറ്റുവേഷൻസ് മാറ്റം വന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചികിത്സ അറിയാവുന്ന ഒരു ഡോക്ടറെ എടുത്തിട്ടാ പോകേണ്ടത്, അല്ലെങ്കിൽ വേറെ ഡോക്ടറെ അടുത്ത് പോവുകയും ചെയ്തത്. കാരണം അവർ വേറെ എന്തെങ്കിലുമൊക്കെ മരുന്ന് തരും. ഇതൊരു പ്രശ്നമുള്ള കേസ് അല്ല. ഇത് വിഡ്രോവൽ സിംറ്റം എന്ന് പറയുന്ന കുറെ സിംറ്റംസിന്റെ ഒരു സിംറ്റം മാത്രമേ ഉള്ളൂ ഇത്. അതായത് ചിന്തയൊക്കെ ഡിസോർഡർ ആയിരുന്നല്ലോ. ആ ഡിസോർഡർ
നമ്മളെ അറിഞ്ഞിട്ടില്ല. ഈ മദ്യം കഴിച്ച് മയങ്ങി കിടക്കുമ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കും നമ്മൾ അറിയുന്നുണ്ടോ? ചിന്തിക്കില്ലല്ലോ. ഇല്ല ഇപ്പൊ ഇല്ല. ഇപ്പൊ ആ ചിന്ത ശരിയായ രീതിയിലേക്ക് വരുമ്പോ അതിന് ശരിയായ രീതിയിലേക്ക് ആയിട്ടില്ല. ആവാനുള്ള ഒരു ചെറിയ ഗ്യാപ്പ് എന്ന് കരുതിയാൽ മതി. ഒരു 15 ദിവസത്തിനുള്ളിൽ ശരിയാവും. ഓക്കെ സാർ. ഓക്കെ. ഓക്കെ, താങ്ക് യു. താങ്ക് യു ആ അഖിലേഷ് ഭായ്, താങ്ക് യു വിജയമാഷ്. ഹരിഹര ആർക്കെങ്കിലും? ലക്ഷ്മണൻ ഹരിഹര ആ, ലക്ഷ്മണൻ ഹരി. കൈവന്നിച്ചു നമസ്കാരം. കൈപൊന്തിച്ചായിരുന്നു. നമസ്കാരം. എന്നെ കേൾക്കാമോ? ഓക്കെ കേൾക്കാം. കേൾക്കാം. നമസ്കാരം. മദ്യാസക്തനാണ് ഞാൻ. ഒന്നും സംശയമൊന്നുമില്ല കേട്ടോ എനിക്ക്. ആ, ചേട്ടനുമായിട്ടുള്ള പ്രശ്നത്തെ കുറിച്ച് സംസാരിച്ചു. പിന്നെ വിജയമാഷ് ചില കാര്യങ്ങളൊക്കെ അതിപ്പോ മറന്നുപോയി. എന്തൊക്കെയോ നല്ല ഇതൊക്കെ ഇത് കേട്ടത് വളരെ നന്നായി എന്ന് തോന്നുന്ന ഒരു അവസ്ഥയിലുണ്ട് ഞാൻ. അത്രേ ഉള്ളൂ. ഇപ്പോൾ ആ ചേട്ടനുമായിട്ടുള്ള പ്രശ്നം അത് ഞാനും അതേപോലെയാണ്. എനിക്ക് ചെറിയ വരുന്നത് ശരിക്കും അത് കേട്ട് കഴിഞ്ഞാൽ ചെറിയ വരുന്നത്. ആ സുഹൃത്തിന്റെ പേര് ഞാൻ കേട്ടില്ല ശരിക്കും. അതേ അവസ്ഥയാണ്. അപ്പൊ ഞാൻ എന്റെ കാര്യം പറയാട്ടോ. നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യാൻ ഞാൻ ആരുമല്ല. എനിക്ക് അങ്ങനെ ശാസ്ത്രീയമായിട്ടൊന്നും എനിക്കറിയില്ല. എന്റെ അനുഭവം പറയാം. ഇതുവരെയുള്ള അനുഭവം. എന്റെ ഇതുവരെയുള്ള അനുഭവമാണ് ഫൈനൽ എന്നും ഞാൻ വിചാരിക്കുന്നില്ല. അതും ഞാൻ പറയാം. ഇന്നിപ്പോ ഞാൻ സ്വസ്ഥമായിരിക്കാനുള്ള എന്റെ അനുഭവങ്ങൾ ഞാൻ ഇതേപോലെയാണ്. അതായത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു തമാശയാണോ എന്നറിയില്ല. അത് കുറെ ഈ വാട്സപ്പിലൊക്കെ വന്നിട്ടുള്ളതാണ്. ഈ കോട്ടയത്തെ എങ്ങാണ്ടോ ഒരു നല്ല തമാശ പറയുന്ന ഒരാള് ഒരു കഥ പറഞ്ഞ് ഞാനിപ്പോൾ റീസെന്റ് ആയിട്ട് കേട്ടു. അതായത് നമ്മുടെ അച്ചുമാമൻ, നമ്മുടെ പഴയ മുഖ്യമന്ത്രി മുടിവെട്ടാൻ പോയപ്പോ മുടി വെട്ടുന്ന ആള് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് സംസാരിച്ചു. മൂപ്പർക്കും പിണറായി വിജയനും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വലിയൊരു ലോഹ്യമില്ല. അപ്പോ ആദ്യത്തെ ചോദ്യം, ഇതിനെക്കുറിച്ച് അച്ചുമാമൻ പിണറായി വിജയന്റെ ഈ സ്റ്റാൻഡിനെ കുറിച്ച് എന്താ അഭിപ്രായം എന്ന് ചോദിച്ചു. അപ്പോ മുടിവെട്ടുന്ന ആളാണ്. അപ്പോ അച്ചുമാമൻ പറഞ്ഞു, നീ മുടിവെട്ടുന്ന ആളാണ്, ഞാൻ മുഖ്യമന്ത്രിയാണ്, ആ നിലയറിഞ്ഞ് നീ സംസാരിക്കണം. വെറുതെ നീ അതും ഇതുമെന്ന് സംസാരിച്ച് വെറുതെ ആവശ്യമില്ലാത്ത നിനക്ക് എന്നുമായിട്ടുള്ള ഈ ആക്സസ് കിട്ടി എന്ന് പറഞ്ഞിട്ട് നീ തെണ്ടിത്തരം കാണിക്കരുത്, നിന്നെ പിടിച്ച് ഞാൻ പുറത്താക്കുന്നു. ശരി എന്ന് പറഞ്ഞൊരു 5 മിനിറ്റ് കഴിഞ്ഞ് മുടി വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെയും വേറെ ഏതോ ഒരു പ്രശ്നത്തില് അതില് പിണറായി വിജയന്റെ സ്റ്റാൻഡ് എന്താണെന്ന് ചോദിച്ചു. അപ്പോഴും അച്ചുമാമന് പിന്നെയും ചൂടായി. ഇതൊരു 3-4 പ്രാവശ്യം കഴിഞ്ഞപ്പോ അച്ചുമാമൻ ഗാർഡിനെ വിളിച്ച് ഇയാളെ പിടിച്ച് പുറത്താക്കുന്നു, ഇത് ശരിയാവില്ല, ഇയാൾ മുടി വെട്ടിയാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് ആകെ ദേഷ്യപ്പെട്ട്. അപ്പൊ ഗാർഡ് വന്നിട്ട് ഈ മുടി വെട്ടുന്ന ആളെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോ എന്തോ ഒരു ദയ തോന്നിയിട്ട് അച്ചുമാമൻ ചോദിച്ചു, എന്തിനാ താൻ ഇങ്ങനെ എന്നോട് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒരു അവസ്ഥയ്ക്ക് താൻ തന്നെ വന്നുല്ലോ, ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു, ഇതുകൊണ്ട് തനിക്ക് എന്താ നേട്ടം എന്ന് ചോദിച്ചു. അപ്പൊ ആ മുടി വെട്ടുന്ന ആള് പറഞ്ഞു, ചേട്ടാ എനിക്ക് വലിയ നേട്ടമൊന്നും ഉണ്ടായിട്ടല്ല, ഈ പിണറായി എന്ന് പറയുമ്പോ നിങ്ങളുടെ മുടി ഇങ്ങനെ എണീറ്റ് നിൽക്കുന്നുണ്ട്, അപ്പോഴൊക്കെ എനിക്ക് നല്ല രീതിയിൽ വെട്ടാൻ സാധിക്കുന്നുണ്ട്, അതിനു വേണ്ടി എന്ന് പറഞ്ഞ പോലെ ഈ ഒരു തമാശയിലൂടെ ഞാൻ എന്നെ മനസ്സിലാക്കി. ഞാൻ ഒരു സമയത്ത് അങ്ങനെയായിരുന്നു. എന്റെ ഗേട്ടൻ എന്നുള്ള ആ രൂപം എന്റെ മനസ്സിൽ വഴുന്നു കഴിഞ്ഞാല് മുടി എഴുന്നേറ്റ് നിൽക്കുന്ന മാത്രമല്ല എന്തൊക്കെയോ എഴുന്നേറ്റ് നിൽക്കും എനിക്ക്. അത് പോയിട്ട് പക്ഷെ ഞാൻ എന്താ ചെയ്ത വെച്ചാല് ഇതൊക്കെ അനുഭവിച്ച് ചേട്ടൻ എന്റെ റീഹാബിൽ പോയതിന് കാരണം ഞാനാണെന്ന് പറയാം. അതങ്ങനെയും കൂടി ഞാൻ പറയുന്നില്ല. ഇതൊക്കെ ദൈവാധീനം അല്ലെങ്കിൽ ഒരു കോയിൻസിഡൻസ്. ആരോ പറഞ്ഞ പോലെ അന്ന് ഞാൻ ഒരു 64 കൊല്ലം മുമ്പ് ആ ഒരു പ്രത്യേക ദിവസം എന്റെ അച്ഛനും അമ്മയ്ക്കും ഒരു മൂഡ് കൊണ്ടാണ് ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. അത് അടുത്ത ദിവസത്തേക്ക് മാറിയതാണെങ്കിൽ ഞാൻ ഉണ്ടാവില്ല. അങ്ങനെ അതൊക്കെ വളരെ വളരെ ആ കോയിൻസിഡൻസ് സംഭവങ്ങളെല്ലാം കോയിൻസിഡന്റൽ. അപ്പൊ ഇതേപോലെയുള്ള ഇപ്പൊ ആ സുഹൃത്ത് പറയുമ്പോ എനിക്ക് സുഹൃത്തിന് എന്ത് പറഞ്ഞാലും പിന്നെയും അതിലേക്ക് പോകാനുള്ള ഒരു ഇതുണ്ട്. അതുകൊണ്ട് എനിക്കങ്ങനെ തോന്നിയിട്ടോ, എനിക്കറിയില്ല.
അപ്പൊ ഞാൻ അങ്ങനെ ഏതായാലും ഞാൻ അങ്ങനെ ആയിരുന്നു. അതെങ്ങനെ ചേട്ടൻ അങ്ങനെ ചെയ്യും, അതെങ്ങനെ ചേട്ടൻ ഇങ്ങനെ ചെയ്യും, അതെന്തിനാ ചേട്ടൻ എന്ത് പറഞ്ഞാലും എന്നെ ഒരു ഇതാക്കുന്നില്ല, എന്ത് പറഞ്ഞാലും നീ അവിടെ മിണ്ടായിരിക്കലാണ്. എൻ്റെ വീട്ടിൽ വരും, എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ഭാര്യ കാപ്പി കൊടുക്കുമ്പോൾ അത് കുടിച്ചിട്ട് ചേട്ടൻ പറയും, എന്ത് കാപ്പിയാണിത്, ഈ കണ്ണൂരുകാർക്കൊന്നും കാപ്പി ഉണ്ടാക്കാൻ അറിയില്ല. അപ്പൊ അത് അടുത്ത പ്രാവശ്യം ചേട്ടൻ വന്നപ്പോ ഭാര്യ എന്ത് ചെയ്തു, ഡിക്കാക്ഷനും പാലും പഞ്ചസാരയൊക്കെ എടുത്ത് വെച്ചു കൊടുത്തു. നീ നിനക്ക് വേണ്ട പോലെ ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞ് വെച്ചു കൊടുത്തു. അപ്പൊ ഈ രീതിയിൽ നമ്മൾ നോക്കുമ്പോ സത്യം പറഞ്ഞ് എവിടെ പ്രശ്നം എനിക്കിപ്പോ തോന്നുന്നില്ല. അവൻ അവന്റെ വഴിക്ക് പോട്ടെ. പക്ഷെ ഞാനും എൻ്റെ വൈഫും അതിന് ശേഷം വല്ലാത്ത പ്രശ്നമായിരുന്നു കേട്ടോ. എനിക്ക് ഏത് രീതിയിലാണ് പ്രശ്നം എന്ന് ഇവിടെ പറഞ്ഞു മനസ്സിലാക്കാനും കൂടി പറ്റില്ല. ഏട്ടന്റെ രൂപം അല്ലെങ്കിൽ ഏട്ടന്റെ പേര് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു കഴിഞ്ഞാൽ ഞാൻ അസ്വസ്ഥനാണ്. അങ്ങനെയുള്ള ഞാന് പിന്നീട് ഈ പ്രോഗ്രാം തന്നെയാണ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും തന്നെ തോന്നുന്നു. എനിക്കറിയില്ല, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ഇപ്പോഴൊക്കെ ഞങ്ങൾ ഏട്ടന്റെ വീട്ടിൽ പോവാറുണ്ട്. ഏട്ടന്റെ പെരുമാറ്റമൊന്നും മാറിയിട്ടില്ല, ഒക്കെ അതുപോലെ തന്നെ. ഞങ്ങൾ തിരിച്ചു വരുമ്പോ ഞാനും എൻ്റെ വൈഫുമായിട്ട് സംസാരിക്കും. നമുക്ക് ആ വീട്ടില് ആ 2 മണിക്കൂറോ 3 മണിക്കൂറോ എത്ര സ്വസ്ഥതയോടുകൂടി ചെലവഴിക്കാൻ സാധിച്ചു എന്നതിനെ കുറിച്ച് ഞങ്ങൾ വിലയിരുത്തും. നോക്കുമ്പോൾ അത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. ഇതേ ആൾക്കാർ തന്നെ കുറച്ചു ദിവസം മുമ്പ് അവിടെ പോയി പേടിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു നല്ല രീതിയിലുള്ള ഒരു അനുഭവം ഇല്ലാതെ എന്തൊക്കെയോ ആ മനപ്രയാസം കൊണ്ടായിരിക്കും ഞങ്ങൾ പോകുന്നത്. ഞങ്ങളുടെ അച്ഛന്റെ ശ്രാദ്ധ ദിവസമൊക്കെ ആയിരിക്കും. അതേ ശ്രാദ്ധ ദിവസം ഇപ്പൊ ഈയിടെയായിട്ട് പോയപ്പോ അവിടെ ഒന്നും മാറിയിട്ടൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞാനും വൈഫുമായിട്ട് അത് തന്നെയാണ് സംസാരിച്ചുകൊണ്ടത്. വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ, നമ്മൾ വളരെ സ്വസ്ഥതയോടുകൂടി അവിടെ ഇത്രയും നേരം നിൽക്കാൻ പറ്റിയല്ലോ. കൂടുതൽ സമയം നിന്നു ഞങ്ങൾ. സാധാരണ പോയി കഴിഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞ് ഓടാനാണ് നിൽക്കുക. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് അവിടെ ഭക്ഷണമൊക്കെ കഴിച്ച്. അപ്പോ എനിക്ക് തോന്നുന്നു ഈ സംഭവ വികാസങ്ങൾ നടക്കാൻ അനുവദിക്കുന്ന ഒരു മാനസികാവസ്ഥ എന്നിൽ ഉണ്ടാക്കിയെടുക്കണം. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അതായത് എനിക്കിപ്പോ എൻ്റെ സ്പോൺസർ എന്നോട് മദ്യപാനത്തെ കുറിച്ച് എൻ്റെ ഒരു പഴമക്കാരൻ, സ്പോൺസറല്ല, ഒരു പഴമക്കാരൻ, ഷിടപ്പം നീ കുറച്ചു ദിവസം മദ്യപിക്കാതിരിക്കുക, എന്നിട്ട് ആ ഒരു മദ്യപിക്കാതിരിക്കുന്ന ആ ഒരു അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്ക്, എന്നിട്ട് അതിൽ സുഖം എന്താണെന്ന് തിരിച്ചറിയാൻ നോക്ക്. ആ അനുഭവം അല്ലേ ബെറ്റർ എന്ന് നീ എന്നെ വിലയിരുത്ത്. അതിന് കുറച്ചു ദിവസം നീ മദ്യപിക്കാതിരിക്കണം. ഇത് ഏട്ടൻ്റെ അടുത്ത് പ്രശ്നമായാൽ ഞാൻ പോയി മദ്യപിക്കും, ജോലിയിൽ ടെൻഷൻ വന്നാൽ ഞാൻ പോയി മദ്യപിക്കും. അങ്ങനെ ആകുമ്പോ ഈ പറയുന്ന ഒരു അവസ്ഥക്ക് ഞാൻ ചാൻസ് കൊടുക്കാതിരുന്ന എന്ത് ചെയ്യാനാണ്? ആരെന്ത് ചെയ്യാൻ പറ്റും? ദൈവം പോലും വിചാരിച്ച ഒന്ന്. പക്ഷെ തീർച്ചയായിട്ടും ദൈവം തന്നെയാണ് ഇതൊക്കെ തന്നത്. ഞാൻ പറയുമ്പോ ആ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അപ്പൊ ഇതെനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. വളരെ നല്ലൊരു, എനിക്ക് അതും പറയാനുണ്ട്. ഇപ്പൊ വിജയമാഷൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അദ്ദേഹത്തെ ഒന്ന് അല്ലെങ്കിൽ ഇവിടെ ആര് സംസാരിച്ചാലും നമ്മൾ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും വളരെ നന്നായിരുന്നു, എന്നെ ഏത് വിധത്തിൽ അത് എന്നെ സ്വാധീനിച്ചു, എന്നെ ഏത് വിധത്തിൽ അത് ഈ പ്രോഗ്രാം ഒന്നും കൂടി ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചു എന്നുള്ളത് പറഞ്ഞാൽ നന്നായിരിക്കും. പറഞ്ഞാലേ അത് ശരിയാവുള്ളൂ എന്ന് ഞാൻ ആരുമല്ല. ഞാൻ നിങ്ങളെപ്പോലെ ഒരുത്തരാണ്. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ്. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ നന്ദിയുடன் നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. നമ്മുടെ മീറ്റിങ്ങിന്റെ സമയമായിരിക്കുകയാണ്. ഓക്കെ, നല്ല 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 സജഷൻ ആട്ടോ വെച്ചത്. ഏതായാലും സമയമായി, അതുകൊണ്ട് നമുക്ക് ഇനി ചർച്ചയിലേക്ക് പോകണ്ട അല്ലേ? നല്ലൊരു അനുഭവത്തെ ഒരു കൊച്ചു കഥയിലൂടെ വളരെ മനോഹരമായിട്ട് കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ മീറ്റിംഗ് അവസാനിപ്പിക്കാം. വിജയമാഷ, ഒരു 3-4 മിനിറ്റ് കൂടുതലായി. ആർക്കെങ്കിലും എന്തെങ്കിലും എമർജൻസി ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കാട്ടോ, അല്ലെങ്കിൽ പിന്നീട് മറന്നു പോകുന്ന ആ ഒരു അതെ അത് നിർണായക ഘട്ടമാണ്. മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കണം.
ചോദിക്കുന്നത്. നമുക്ക് 5 മിനിറ്റ് കൂടുതൽ എടുത്താലും കുഴപ്പമില്ല. അങ്ങനെ എന്റെ ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പൊ ഈ കാരണം ഇത് വിജയമാഷ അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കും എന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മളൊക്കെ മധ്യാസക്തരാണ്. നമ്മുടെ മനസ്സിൽ കിടക്കുന്ന സംശയം ചിലപ്പോൾ പലപ്പോഴും എന്റെയൊക്കെയാണ് മറന്നു പോകാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആർക്കെങ്കിലും നിങ്ങളുടെ അനുഭവത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൂട്ടിച്ചേർക്കുവാണെങ്കിലും നമുക്ക് ഗുണമായിരിക്കും. ഒരു 5 മിനിറ്റോടെ ഒന്ന് മീറ്റിംഗ് കൂടുതൽ എടുത്താലും കുഴപ്പമില്ല. ഏതായാലും ഇന്നത്തെ ഓക്കെ. വിഷയം ഏതായാലും വിനു ഇന്നത്തെ വിഷയം കുറച്ചു പേർക്ക് നന്നായി എഫക്ട് ചെയ്തായിട്ട് പറഞ്ഞു. ബാക്കിയുള്ളവർക്ക് എഫക്ട് ചെയ്തിട്ടുണ്ടാവും, അവര് പറയാത്തതുകൊണ്ടാണ്. ഏതായാലും സന്തോഷം വളരെ. തീർച്ചയായിട്ടും. ഓക്കെ താങ്ക് യു. ഓക്കെ, താങ്ക് യു ജയകുട്ടി ചേട്ടാ, വിജയമാഷ. അപ്പൊ നമുക്ക് മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ മീറ്റിംഗില് വിജയമാഷോടുള്ള നന്ദി അറിയിക്കുകയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലും ഗ്രൂപ്പിന്റെ പേരിലുള്ള മീറ്റിംഗിൽ പങ്കെടുത്ത ഞങ്ങൾ ഓരോരുത്തരോടും ഗ്രൂപ്പിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അന്നത്തെ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാണ്. നാളെ നമുക്ക് ഇതേ സമയത്ത് തന്നെ മീറ്റിംഗ് ഉണ്ട്. കഴിയുന്ന എല്ലാവരും ശ്രമിക്കുക മീറ്റിംഗിൽ വരാൻ. നമുക്ക് പ്രാർത്ഥിച്ച് മീറ്റിംഗ് അവസാനിപ്പിക്കാം. ജോളി ചേട്ടാ, പ്രാർത്ഥിക്കാമോ? ദൈവമേ മാറ്റുവാൻ പറ്റാത്തവയെ സ്വീകരിക്കുവാനുള്ള പ്രശാന്ത മനസ്ഥിതിയും മാറ്റുവാൻ പറ്റുന്നവയെ മാറ്റുവാനുള്ള ധൈര്യവും ഇവയെ തമ്മിൽ വേർതിരിച്ചറിയുവാനുള്ള വിവേകവും ഞങ്ങൾക്ക് നൽകണമേ. താങ്ക് യു രാജേഷ് ചേട്ടാ. കീപ് കമ്മിങ് ബാക്ക്. എല്ലാവർക്കും നന്ദി. താങ്ക് യു വിജയമാഷ്. താങ്ക് യു ബിനു ചേട്ടാ.